നമസ്കാരം, ശാലിനിയാണ്. സ്പോട്ട്ലൈറ്റിൽ ഇന്നത്തെ ഗസ്റ്റിനെ പരിചയപ്പെടുത്താം. അതിനു മുന്നേ ഒരു നല്ല അഭിനേതാവ് ശരീരം കൊണ്ട് മാത്രമല്ല അഭിനയിക്കുക, നഖത്തിന്റെ തുമ്പുകൊണ്ട് പോലും അഭിനയിക്കുന്ന ആൾക്കാരുള്ള മലയാള സിനിമയില് ഒരു നല്ല നടനാണ് ഇയാളെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാന്ന് പറഞ്ഞാൽ ഒത്തിരി പാടുള്ള കാര്യമല്ലേ? പാടുള്ള കാര്യമാണോന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അതിനേക്കാളും പാടായിട്ടുള്ള കാര്യം അവരെന്താണ് എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് നമുക്കറിയാൻ പാടില്ലാത്തതാണ്. അതെന്താണെന്ന് അറിയുന്നതാണ് ഏറ്റവും പാടുള്ള. ഒരാളെ കൊണ്ട് നല്ലതാണോ ചീത്തയാണോ എന്ന് പറയിപ്പിക്കുന്നത് ആളുടെ അഭിനയമാണല്ലോ. പാടുള്ള കാര്യമാണ്. അത് ഭയങ്കര പാടുള്ള കാര്യം. അത്രേ ഉള്ളൂ ചോദ്യം. അത് ഞാൻ ആ പരിപാടി പണ്ട് വിട്ടതുകൊണ്ട് ഇങ്ങനെ ആൾക്കാരെ കൊണ്ട് നല്ലത് പറയിക്കാൻ വേണ്ടി ഇങ്ങനെ പലതും ചെയ്തിട്ട് നല്ലത് പറയിക്കാൻ പറ്റിയില്ല. അപ്പം ആ പരിപാടി ഞാൻ പണ്ടേ വിട്ടതാണ്. അതിന്റെ ഒരു അതർ സൈഡാണ് ഞാനിപ്പോ പറഞ്ഞത്. അതെ, ഇന്നിപ്പോ സ്പോട്ട്ലൈറ്റിൽ വന്നിരിക്കുന്നതിന്റെ ഗസ്റ്റിന്റെ മുഖത്ത് നോക്കി ഞാൻ ഇങ്ങനെ ചോദിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാട്ടുകാരെ കൊണ്ട് നല്ല നടനാണെന്ന് പറയിപ്പിച്ചൊരു നടനായിരിക്കുമല്ലോ. അതാണ്. അതും സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം 2 പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. മികച്ച നടനും പിന്നെ ഒന്ന് സപ്പോർട്ടിംഗ് ആക്ടറും അല്ലേ? അത് വലിയ കാലയളവൊന്നും ഇല്ലാണ്ടല്ലേ, ചെറിയ പീരീഡില് 2-3 ഇയേഴ്സ് ഗ്യാപ്പില്. അപ്പൊ തന്നെ നല്ല നടനാണല്ലോ. ഇത്രയും ബിൽഡപ്പ് കൊടുത്തിട്ട് ഞാൻ ആളുടെ പേര് പറഞ്ഞില്ല. റേഡിയോ മാംഗോ സ്പോട്ട്ലൈറ്റിൽ ഇന്നത്തെ എന്റെ ഗസ്റ്റ് ഫഹദ് ഫാസിൽ. വെൽക്കം ടു മൈ ഷോ. താങ്ക് യു. പ്ലഷർ. ഞാൻ ചോദിക്കട്ടെ, ഇതിന് മുന്നേ ഞാൻ സ്പോട്ട്ലൈറ്റിൽ കണ്ടപ്പോഴും വെള്ളോടുപ്പായിരുന്നു. എപ്പോഴും വെള്ളം ഇട്ടിട്ടേ വരുള്ളൂ ഇന്റർവ്യൂന്? ജനറലി വെള്ളയാണ്. ഇന്റർവ്യൂ എന്നല്ല, ജനറലി വൈറ്റ് ആൻഡ് ബ്ലൂ ക്യാച്ചസ് മൈ ഐ. ഒരു 3-4 വർഷം മുന്നേ സ്പോട്ട്ലൈറ്റിൽ വന്നു കഴിഞ്ഞപ്പോ അന്ന് റേഡിയോ മാംഗോയിൽ വന്നപ്പോ ഒരു വൈറ്റ് ഷർട്ട് ഇട്ട് ഓർമ്മയില്ല, ഞാനൊന്ന് വൈറ്റ് ഇട്ടിട്ട് വന്ന്. സത്യമായിട്ട് പറയണം കേട്ടോ. ട്രൈ ചെയ്യാം. ഒരു ഇന്റർവ്യൂവിന് വരുമ്പോ ഭയങ്കര പ്രിപ്പയർഡ് ആയിട്ടാണോ വരിക? ഒരിക്കലും അല്ല. ഞാൻ ഒരു കാര്യത്തിനും പ്രിപ്പയർഡ് ആയിട്ട് പോകാറില്ല. അത് തന്നെയാണ് എന്റെ ഏറ്റവും പ്രശ്നമുള്ള കാര്യവും എന്റെ നല്ല വശവും എന്ന് എനിക്ക് തോന്നുന്നത്. ഐ എം നോട്ട് പ്രിപ്പയർഡ് ഫോർ എനിത്തിങ്. അല്ല, ഇതുവരെ ഒരു ഇന്റർവ്യൂവില് വാവിട്ടൊരു കാര്യം പറയേ അല്ലെങ്കിൽ അബദ്ധത്തിൽ വല്ലതും പറയൊന്നും കേട്ടിട്ടില്ല. ഇല്ല, അങ്ങനെയൊക്കെ എനിക്കും പറ്റാറുണ്ട്. കൂടുതൽ ഓർഗാനിക് ആകുമ്പോൾ അങ്ങനെ നാച്ചുറലി സംഭവിക്കാറുണ്ട്. എനിക്ക് അങ്ങനെ പറ്റാറുണ്ട്. ഇതുവരെയും വിവാദങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടാക്കാത്ത ഒരു നല്ല നടനായിട്ടാണ് ഫഹദ് ഫാസിൽ അറിയപ്പെടുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ചോദിച്ചത്. അപ്പൊ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ശാലിനിയായിട്ട് ആ നല്ല പേര് ശാലിനി എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്താൽ എനിക്ക് ഇനിയും അത് കാത്തു സൂക്ഷിക്കാൻ. തീർച്ചയായിട്ടും. ഇന്നിപ്പോ സ്പോട്ട്ലൈറ്റിൽ വന്നിരിക്കുന്നത് ടേക്ക് ഓഫിലെ മനോജ് ആയിട്ടാണല്ലേ? മനോജ് ഒരു ഇന്ത്യൻ അംബാസിഡർ ആണ്. 2014 ഇറാഖിലെ ഇന്ത്യൻ അംബാസിഡർ ആണ്. ഇത്രയും നഴ്സുമാർക്ക് ഈ ട്രാജഡി ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹമാണ് അവിടെ ഉണ്ടായിരുന്നത്. പുള്ളിയുടെ ഒരു ഇനിഷ്യേറ്റീവിലാണ് അവര് തിരിച്ച് നാട്ടിലെത്തുകയും ചെയ്തത്. ഈ സിനിമ തന്നെ ഒരു റിയൽ ലൈഫ് ഒക്കെ വെച്ചിട്ടാണല്ലോ എടുത്തിരിക്കുന്നത്. അപ്പൊ ഇതുപോലെ ഒരു ഉദ്യോഗസ്ഥൻ ശരിക്കും ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. ഹിസ് നെയിം ഇസ് മിസ്റ്റർ അജിത്. പുള്ളിയായിട്ട് മഹേഷ് ഫോണിൽ സംസാരിക്കുകയൊക്കെ ഉണ്ടായി. അതെ. ഞാൻ പുള്ളിയുടെ ഒരുപാട് ഇന്റർവ്യൂസും ആ കാലഘട്ടത്തിൽ പുള്ളി കൊടുത്ത കുറെ ഇന്റർവ്യൂസ് ഒക്കെ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടുതലും വോയിസസ് ആണ്. പുള്ളിയുടെ ഒരു ഇനിഷ്യേറ്റീവിലാണ് ഈ എൻറ്റയർ ആക്ഷൻ സംഭവിച്ചത്. ടേക്ക് ഓഫ് എന്ന് പറഞ്ഞ സിനിമ അത് റിയൽ ഇൻസിഡൻസ് എന്നാണല്ലോ നടത്തിയത്. അപ്പൊ ഈ ഒരു കഥ എത്ര നാൾ മുന്നേ വന്ന് പറഞ്ഞത്? മഹേഷാണോ എന്ന് പറഞ്ഞേ? മഹേഷ് തന്നെയാണ് പറഞ്ഞത്. മഹേഷ് ഒരു ഓൾമോസ്റ്റ് 1 year ബാക്ക്. അന്ന് ഞാൻ അഭിനയിക്കുന്നൊന്നുമില്ല. എപ്പോ മഹേഷിന്റെ പ്രതികാരം ഇറങ്ങുന്ന സമയത്തോ? അല്ല, അത് മഹേഷിന്റെ പ്രതികാരം റിലീസ് ആയിട്ടില്ല. അതിനൊക്കെ മുമ്പാണ്. ആ സമയത്ത് ഞാൻ ഈ പടത്തിലില്ല. ഇറ്റ് വാസ് കുഞ്ചാക്കോ ആൻഡ് പാർവതി ഹു വർ കൺഫേംഡ്. ഞാനും മഹേഷും വേറൊരു പടം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം സഡൻലി മഹേഷ് തോട്ട് ഹി വുഡ് ഡു ദിസ് ഫസ്റ്റ്. അപ്പൊ ആ സമയത്താണ് ഞാൻ ഇങ്ങനെ ഒരു പടം ചെയ്യാൻ പോകുന്നു പറഞ്ഞ് എന്നോട് കഥ പറയുകയും പിന്നെ എന്റെ ഒരു ലേറ്റർ പോയിന്റിലാണ് അത് കഴിഞ്ഞ ഒരു 6 മാസം കഴിഞ്ഞിട്ടാണ് ഈ ഇന്ത്യൻ അംബാസിഡറിന്റെ റോള് ചെയ്യുമെന്ന് ചോദിച്ചു എന്റെ അടുത്ത് വരികയും ചെയ്തു. അതെന്താ ഫഹദിനെ വിളിക്കാൻ കാര്യം? ഇന്ത്യൻ അംബാസിഡർ എന്നൊക്കെ പറയുമ്പോൾ ആ ലുക്കും ആ ഇംഗ്ലീഷ് പറയുന്ന സ്റ്റൈലും ഒക്കെ നോക്കിയിട്ടാണോ? ചോദിച്ചില്ലേ? ഞാൻ പുള്ളിക്ക് എന്തെങ്കിലും താല്പര്യം ഉള്ളതുകൊണ്ടായിരിക്കും എന്നെ വിളിച്ചത്. എന്തിനാന്ന് പിന്നെ ചോദിച്ചു. എന്നാലും നമ്മൾ ചോദിക്കില്ലേ ഒരു റോൾ എന്നെ ഏൽപ്പിക്കുമ്പോ ഞാൻ ചെയ്താൽ ശരിയാവുമെന്ന് മാത്രമേ ഞാൻ ചോദിക്കാറുള്ളൂ. ആ പോയിന്റിൽ എനിക്ക് താടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ മഹേഷിനോട് ആദ്യം ചോദിച്ചത് ഇയാൾ സ്ട്രെസ്ഡ് ഔട്ട് ആണോ എന്ന് ഞാൻ ചോദിച്ചത്. അപ്പോഴാണ് മഹേഷ് പറഞ്ഞത് ഞാൻ അംബാസിഡറായിട്ട് സംസാരിക്കുകയും പുള്ളിയുടെ ലൈഫിലെ വൺ ഓഫ് ദ ഏറ്റവും സ്ട്രെസ്ഫുൾ ഫേസ് ആയിരുന്നത്. കാരണം ഒട്ടും ഈസി ടാസ്ക് അല്ലായിരുന്നു. ISSന്റെ ഇവരെ സേവ് ചെയ്ത് തിരിച്ച് വീട്ടിലെത്തിക്കുക, അതും സ്ത്രീകൾ മാത്രം. അപ്പം അങ്ങനെയൊക്കെയാണ് ഞാൻ സ്ലോലി സ്റ്റാർട്ടഡ് അസോസിയേറ്റിംഗ് വിത്ത് ദ ക്യാരക്ടർ. ഇത് ചെയ്യാം എന്നുള്ള തീരുമാനത്തിലെത്തുകയും പിന്നെ എനിക്ക് ഓണസ്റ്റ്ലി എനിക്ക് ഇങ്ങനെ ഒരു സിനിമ ചെയ്യണം എന്ന് ഭയങ്കര കൊതി തോന്നി. അത്രയും നല്ലൊരു സിനിമയാണ്. ഐ ന്യൂ ഇറ്റ് വുഡ് ബി എ വെരി ഗുഡ് ഫിലിം. ഈ റിയൽ ലൈഫ് ക്യാരക്ടറായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നോ? എങ്ങനെയായിരുന്നു ഇതൊക്കെ? ഇല്ല, ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചില്ല. ഞാൻ ഷൂട്ട് കഴിഞ്ഞിട്ടേ സംസാരിക്കുള്ളൂ എന്നുള്ളത് ഞാൻ മഹേഷിനോട് പറഞ്ഞിരുന്നു. എനിക്കത് എന്റെ ഇന്റർപ്രിട്ടേഷനിൽ ഞാൻ ആ ക്യാരക്ടർ പ്ലേ ചെയ്യാം. ലൈക്ക് ഐ വോണ്ട് ടു ഡു ദാറ്റ്. ഐ മീൻ ദാറ്റ് വുഡ് ഹാവ് വർക്ക്ഡ് ബെറ്റർ എന്ന് ഐ തോട്ട്. പുള്ളി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരാളെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഐ മീൻ പുള്ളിയെ ഡയറക്റ്റ് ഒരു ഹാൻഡ് ഫോണിൽ കിട്ടുന്ന ആളാണ്. പുള്ളിയുടെ നമ്പർ പുള്ളി ഷെയർ ചെയ്യുകയും അങ്ങനെ അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഫഹദിനെ ഒരു ക്യാരക്ടർ ഏൽപ്പിക്കാനായിട്ട് എളുപ്പമാണോ? ഫഹദിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് ആൾക്കാർക്ക് എളുപ്പമാണല്ലോ. ഞാൻ അങ്ങനെ ഒരു ഡിഫിക്കൽട്ട് മോഡിലൊന്നും അല്ല. തിരക്കുള്ള മനുഷ്യനല്ലേ? തിരക്ക് അല്ല, ഇതിന്റെ ജോലിയുടെ ഭാഗമാണല്ലോ. അങ്ങനെ ഐ എം ഓപ്പൺ ടു എനിവൺ. ഒരു ജോലിയുടെ ഭാഗമായിട്ട് അപ്പൊ ഒരു ക്യാരക്ടറിനെ എങ്ങനെയാ സമീപിക്കണേ? എങ്ങനെയൊക്കെ റിസർച്ച് നടത്തുക? ഇതെന്നെ പറയൂ. ഇതില്ല ഈ ഒരു അംബാസിഡർ എന്ന് പറഞ്ഞപ്പോ റിസർച്ചിനെക്കാളും വെൻ യു പെർഫോം റിയൽ ഫാക്ട്സിനെക്കാളും എനിക്ക് ആ സീൻ വർക്ക് ആവുക എന്നുള്ളതാണ്. ഐ വാണ്ടഡ് ടു ലുക്ക് എൻഗേജിംഗ് ഫോർ ദി ഓഡിയൻസ്. അപ്പം റിയൽ ഫാക്ട്സിനെക്കാളും എനിക്ക് അവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആ മൊമെന്റിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ ദിസ് വാസ് ബേസിക്കലി ഇയാളുടെ മെയിൻ പാർവതി ആയിട്ടുള്ള സമീറ എന്ന് പറഞ്ഞ് പാർവതി ചെയ്യുന്ന ക്യാരക്ടർ ആയിട്ടുള്ള ഫോണിലുള്ള ഇന്ററാക്ഷൻസ്. പിന്നെ ഗവൺമെന്റിനെ കൺവിൻസ് ചെയ്യുക പുള്ളിയുടെ പ്ലാൻ വർക്ക് ആകാൻ. ഇറ്റ് ഹാസ് എ ബെറ്റർ ചാൻസ് ദാൻ ദ ഗവൺമെന്റ്സ് പ്ലാൻ. അപ്പം അങ്ങനെ കൺവിൻസ് ചെയ്യാനുള്ള കുറെ സീൻസും അങ്ങനത്തെ പരിപാടികളാണ്. സോ യു നോ വാട്ട് ഐ
what we tried was to make it look real. ചില ആൾക്കാർ പറയുവേ, ചില അഭിനേതാക്കൾ, നല്ല അഭിനേതാക്കൾ തന്നെ പറയും ഇത്തിരി ബുദ്ധിമുട്ടാണത്രേ ഒരു ക്യാരക്ടറൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് പ്രത്യേകിച്ച് അത് മനസ്സിലേക്ക് എടുത്ത് ചെയ്യുന്ന ക്യാരക്ടറാണെങ്കിൽ പിന്നീട് അത് ഇറങ്ങാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അങ്ങനെയൊക്കെ ഉണ്ടോ? ഇല്ല, എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഞാൻ വീട്ടിൽ പോകുമ്പോൾ ഐ ലൈക്ക് ടു ബി മൈസെൽഫ്. എനിക്ക് ഞാനായിട്ട് തന്നെ വീട്ടിൽ കയറാം. പിന്നെ തിരിച്ച് സെറ്റിൽ വരുമ്പോഴേ ഉള്ളൂ അതങ്ങനെ അതൊക്കെ സംഭവിക്കുന്നതാണ്. ഇറ്റ് ഹാപ്പൻസ്. അത് എല്ലാ ഷോട്ടിലും, എന്റെ ലൈഫിൽ അത് എല്ലാ ഷോട്ടിലും ഒന്നും സംഭവിച്ചിട്ടില്ല. ചില ഷോട്ടുകൾ ഉണ്ട് വേർ ദാറ്റ് മാജിക് ഓട്ടോമാറ്റിക്കലി ഹാപ്പൻസ്. അത് നമ്മുടെ മാത്രം എഫേർട്ട് അല്ല, ആ സെറ്റിൽ നിൽക്കുന്ന എല്ലാവരുടെയും എഫേർട്ടാണ്. അതിനകത്ത് ഒരാളുടെ എനർജി കുറഞ്ഞാൽ ചിലപ്പോൾ ആ മാജിക് ഇല്ലാതായി പോകും. അതൊരു മാജിക് ആണ് സിനിമയുടെ ഇടയ്ക്ക് സംഭവിക്കുന്ന. അങ്ങനെ പരകായ പ്രവേശം നടക്കുന്നത്. അതെ അതെ അതെ. എനിക്ക് എപ്പോഴും ബോധമുണ്ട്, ഞാൻ ഫഹദ് ഫാസിൽ ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കാന്നുള്ള ബോധത്തിലാണ് ഞാൻ. എപ്പോഴെങ്കിലും അങ്ങനെ പറ്റിയിട്ടുണ്ട്? കാരണം ഒരിക്കൽ ദിലീപണ്ണൊക്കെ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞുകുഞ്ഞിന്റെ സമയത്തൊക്കെ ഇത്തിരി പാടായിരുന്നു അതൊന്ന് ഇറങ്ങി വരാൻ. അങ്ങനെ എപ്പോഴെങ്കിലും ഏതെങ്കിലും ക്യാരക്ടർ? ഇല്ല, എനിക്ക് എല്ലാം ഞാൻ ചെയ്തിട്ടുള്ള ഓൾമോസ്റ്റ് 90% ക്യാരക്ടേഴ്സും ഞാൻ പേഴ്സണലി അസോസിയേറ്റ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ആണ്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ക്യാരക്ടറിന് അങ്ങനെ ഒരു ബാധ്യതയായിട്ടൊന്നും എനിക്ക് ബാധ്യതയായിട്ടും രണ്ടും സംഭവിച്ചിട്ടില്ല. എനിക്ക് അങ്ങനെ ഇനി സംഭവിച്ചേക്കാം. ഇന്നത്തെ കാലത്ത് ഈ പ്രൊമോഷൻ സ്റ്റൈല് മുഴുവൻ ഈ കോളേജിൽ പോയിട്ട് കുട്ടികളെ കയ്യിലെടുക്കണതാ. പക്ഷെ ടേക്ക് ഓഫ് ടീം ആദ്യം തന്നെ പോയത് ഒരു ഹോസ്പിറ്റലിലേക്കാണ് അല്ലേ? അതെ അതെ അതെ. അല്ല, ഈ പടം ആർക്ക് വേണ്ടിയാണെന്നും ആരെ പറ്റിയാണെന്നും ജനങ്ങളെ അറിയിക്കേണ്ട ഒരു ഉത്തരവാദിത്വം. അതെ, ഐ മീൻ it clearly says you save one life, you're a hero. You save many lives, you're a nurse. അപ്പം തീർച്ചയായും അവർക്ക് വേണ്ടിയുള്ള സിനിമയാണ്. അവരുടെ ലൈഫിലുള്ള കോൺഫ്ലിക്ട്സ് ആണ്. അത് ഒട്ടും ഈസി ആയിട്ടുള്ള ഒരു ജോബ് അല്ല. ഞാൻ ഈ പടത്തിന്റെ ഒരു സമയത്ത് ആ ഒരു ഇന്ററാക്ഷനിൽ എന്റെ ഒരു ഒബ്സർവേഷൻ ആണത്. ഭയങ്കര കറേജ് ഉള്ളവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ വേറൊരു ലൈഫ് സേവ് ചെയ്യാൻ നോക്കുക എന്നുള്ളത്. ഭയങ്കര വലിയ മനസ്സുണ്ട്. നമുക്ക് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളല്ലേ, നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒരാളുടെ ജീവൻ സേവ് ചെയ്യണമെന്ന് തോന്നുക, അതിനു വേണ്ടി ഭയങ്കര വലിയ കാര്യമാണ് അത്. ഇത് എപ്പോഴത് മനസ്സിലായത്? അതെന്താ ഹോസ്പിറ്റലിൽ പോയി പ്രൊമോഷന് വേണ്ടി ഹോസ്പിറ്റലിൽ പോയപ്പോഴാണോ? അല്ലല്ല, ഒരു അസുഖമില്ലെങ്കിലും എനിക്ക് ഹോസ്പിറ്റലിൽ കയറാൻ ഭയങ്കര പേടിയാണ്. ഞാൻ ചോദിക്കാൻ പോയിരുന്നു, പേടിത്തുണ്ടാണോ ഹോസ്പിറ്റലിൽ? എനിക്ക് ഹോസ്പിറ്റലിൽ കയറാൻ ഭയങ്കര പേടിയാണ്. പക്ഷെ ഞാൻ എന്റെ ഫാമിലിന്നോ അല്ലെങ്കിൽ എനിക്ക് അറിയാവുന്ന ആരെങ്കിലും അഡ്മിറ്റഡ് ആണെന്ന് ഞാൻ അറിയുകയാണെങ്കിൽ ഐ മേക്ക് ഷുവർ ദാറ്റ് ഐ ഗോ. ഇൻജക്ഷൻ എടുക്കാൻ പേടിയാണോ? ഇല്ല, അങ്ങനെ പേടിയല്ല. വാട്ട് വറീസ് മീ ഈസ് ദാറ്റ് ഇങ്ങനെ കയറി കഴിയുമ്പോഴേ ചിരിക്കുന്ന മുഖങ്ങൾ കുറവാണ്. ഇപ്പം എനിക്ക് ഡിപ്പാർച്ചർ ടെർമിനലിനെക്കാളും എനിക്ക് ഇഷ്ടം അറൈവൽ ടെർമിനലിൽ നിൽക്കാനാണ്. അതെ, ഇഫ് ദാറ്റ് ആൻസേഴ്സ് ദ ക്വസ്റ്റ്യൻ, യു നോ. അല്ലാതെ ഹോസ്പിറ്റലിനോട് അങ്ങനെയുള്ള ഒരു നെഗറ്റീവ് സെൻസിലല്ല, ഇങ്ങനെ ചിരിക്കുന്ന മുഖങ്ങളുള്ള സ്ഥലത്ത് നിൽക്കാനാണ് ഞാൻ കൂടുതൽ താല്പര്യപ്പെടുന്നത്. അതേ സംഭവിച്ചു. ചോദിച്ചാൽ ഉത്തരം പറഞ്ഞില്ല. ഇഞ്ചക്ഷൻ എടുക്കാൻ പേടിയാണോ? ഇഞ്ചക്ഷൻ എടുക്കാൻ പേടിയൊന്നും. കയ്യോ കാലോ ഒടിഞ്ഞിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ട്വിസ്റ്റഡ് ആയിട്ടുണ്ട്. ഇപ്പം ഏറ്റവും റീസെന്റ് ആയിട്ട് മഹേഷിന്റെ ഫൈറ്റ് സീക്വൻസ് ഷൂട്ട് ചെയ്യുമ്പോൾ ഇറ്റ് വാസ് വെരി ബാഡ്ലി ട്വിസ്റ്റഡ്. അപ്പം ഇഞ്ചക്ഷനും ഒക്കെ കോൺസ്റ്റന്റ്ലി, ഐ മീൻ പെയിൻ കില്ലേഴ്സ് ഉണ്ടായിരുന്നു. ബോധം കെട്ട് വീണിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഉണ്ട്. ഒരിക്കൽ സ്കൂളിൽ വെച്ചിട്ട് സ്പോർട്സ് ഡേയുടെ സമയത്ത് ഭയങ്കര ഓവർ സ്ട്രെസ്ഡ് ആയിട്ടാണ് കുറെ ആക്ടിവിറ്റീസിലുണ്ടായിരുന്നു. പിന്നെ യോബിന്റെ ഷൂട്ടിന്റെ സമയത്ത് ഫൈറ്റ് സീക്വൻസിനിടയിൽ ഐ വാസ് ഹാവിംഗ് ഫീവർ. പിന്നെ വെള്ളത്തിലുമായിരുന്നു ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴല്ല, അത് കഴിഞ്ഞ് ബ്രേക്കിന്റെ ടൈമിലും കണ്ടാണെന്ന് തോന്നുന്നു ഐ പാസ്ഡ് ഔട്ട് ഫോർ എ ബിറ്റ്. ശരി, ഹോസ്പിറ്റലിൽ പോകാൻ ഇപ്പൊ ഫാദറിന് മാത്രമൊന്നുമല്ല, എല്ലാ മനുഷ്യർക്കും പേടിയാ. പോവരുത് എന്നാണ് എല്ലാവരും വിചാരിക്കണേ. പക്ഷെ ചിലർക്ക് ചില സ്പെസിഫിക് റീസൺ ഉണ്ടാവും ഹോസ്പിറ്റൽസ് ഒഴിവാക്കാനായിട്ട്. ഈ സിറിഞ്ചൊക്കെ കാണുമ്പോൾ ബോധം കെട്ട് വീഴുന്ന ആൾക്കാരുണ്ട്. ഇല്ല, എനിക്ക് ഞാൻ ഒരിക്കലും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നീ സംഭവിക്കുന്ന തരത്തില്ല, അതുകൊണ്ട് പറയാനും പേടിയാണ്. ഞാൻ ഐ ഹവ് നെവർ ബിൻ ഇൻസൈഡ് ഓപ്പറേഷൻ തിയേറ്റർ. ദ ക്ലോസസ്റ്റ് ഐ ഹവ് ബിൻ ഇസ് മൈ വൈഫ് ഹാഡ് എ വെരി മൈനർ സർജറി. അപ്പൊ ആ സമയത്ത് മാത്രമാണ് ഞാൻ ഒരു ഓപ്പറേഷൻ തിയേറ്റർ കണ്ടിട്ടുള്ളത്. ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ ഷൂട്ട് ചെയ്തിട്ട് പോലുമില്ല. സോ എനിക്ക് ഐ ഡോണ്ട് നോ, ഞാൻ ഇമേജ് എന്നെ ഇങ്ങനെ ചില സമയത്ത് പറയും എങ്ങനെ ആയിരിക്കും അത്, ഇങ്ങനെ മേളിലേക്ക് മാത്രം നോക്കി ലൈറ്റ്സ് മാത്രം നോക്കി കിടക്കുക. അല്ല, അങ്ങനെയുള്ള ചില ഇമേജസ് പറയും. പക്ഷെ അത്ര ദുർബലനൊന്നും അല്ല, ഫേസ് ചെയ്യാനും റെഡിയാണ്. വേണ്ടി വന്നാൽ. അതെ, അത് ഹോസ്പിറ്റലിൽ പോയപ്പോഴേ കുറെ നഴ്സുമാരൊക്കെ പരിചയപ്പെട്ടില്ലേ? നമ്മളുടെ ലൈഫിന്റെ ഓരോ സ്ഥലത്തും ഓരോരുത്തരെ പരിചയപ്പെടുമ്പോൾ നമ്മൾ ഓരോരോ കാര്യങ്ങൾ പഠിക്കും അല്ലേ? ഇപ്പൊ നഴ്സുമാർ അത്രയും ക്ലോസ് ആയിട്ട് ചിലപ്പോൾ അറിയണത് അന്നായിരിക്കും. അങ്ങനെ ആണോ? എങ്ങനെ 22 ഫീമെയിൽ കോട്ടയം കഴിഞ്ഞപ്പോൾ കേരളത്തിലുള്ള എല്ലാ നഴ്സുമാർക്കും എന്നോട് ദേഷ്യവും വെറുപ്പും ഇതൊക്കെയായിരുന്നു. അല്ല, ആ സമയത്ത് കോട്ടയത്തൊരു പടം ഷൂട്ട് ചെയ്യായിരുന്നു. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ പ്രണയതയായിരുന്നു. അവിടെ ഒരു ഹോസ്പിറ്റലിൽ ഡിസ്പെൻസറി സീക്വൻസ് ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു കോർണറിൽ വെച്ചിട്ട് ഞാനിങ്ങനെ നടന്ന് തിരിഞ്ഞു വരികയാണ്. അപ്പൊ ഒരു നഴ്സ് അപ്പുറത്തുനിന്ന് വരുന്നുണ്ട്, ഒരു ഹെഡ് നഴ്സ് ആയിട്ട് തോന്നുന്നു. അപ്പം മാമിനെ കണ്ടില്ല. അപ്പൊ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വന്നിട്ട് അവര് തിരിഞ്ഞു വന്നപ്പോ ഞാൻ ഫ്രണ്ടിൽ നിൽക്കുന്നു, ഈ ഷോ എന്ന് പറഞ്ഞിട്ട് അവര് പുറകിലേക്ക് ചാടി. എന്നിട്ട് അവര് അത് കഴിഞ്ഞ് പറഞ്ഞു, ഞാൻ പെട്ടെന്ന് ഇങ്ങനെ 22 ഫീമെയിൽ കോട്ടയം ഓർത്തുപോയി. അതെ 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 അതെ. നഴ്സുമാർക്ക് എന്നെയും എനിക്ക് നഴ്സുമാരെ ഓർമ്മ വരുള്ളൂ ആ പടത്തിന്റെ. അപ്പൊ ആ സമയം അല്ല, ഐ മീൻ ടേക്ക് ഓഫ് ഇസ് മേ ബി ആൻ ആൻസർ ടു ദാറ്റ്, യു നോ. ഐ മീൻ ചിലപ്പോ നഴ്സുമാർക്ക് എന്നോട് ഭയങ്കര ഇഷ്ടം തോന്നിയേക്കാം. അതെ അതെ അതെ. ടേക്ക് ഓഫ് കണ്ടവർക്ക് തീർച്ചയായും അത് മനസ്സിലാകുന്നതായിരിക്കും. ഫാദറിന് പ്രൊമോഷൻസിനൊക്കെ പോവാൻ ഭയങ്കര മടിയാണ്. എനിക്ക് എന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ മടിയാണോ ചുരുക്കത്തില്? ഐ ലൈക്ക് ടു ബി ഹോം. അതാണ് എന്റെ ലോകം. ഐ എം ഹാപ്പി ദെയർ. എന്നെ അവിടെ നിന്ന് വലിച്ചിറക്കിക്കൊണ്ട് വരിക എന്നുള്ളത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക്. ആരാ വലിച്ചിറക്കപ്പോ? ഇപ്പം ഇന്നിപ്പോ വലിച്ചിറക്കി കൊണ്ടുവന്ന ആൻഡ്രു ചേട്ടനാണ്. പ്രൊഡ്യൂസറിന്റെ
ആവശ്യമാണല്ലോ. പ്രൊഡ്യൂസർ പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടായിരിക്കും പക്ഷെ സിനിമയ്ക്ക് വേണം പ്ലീസ് എന്ന് പറഞ്ഞ്. അല്ല തീർച്ചയായും അല്ല, എനിക്കും എന്റെ ഒരു സിനിമയെ പറ്റി ആൾക്കാർക്ക് അറിയേണ്ട കാര്യമുണ്ടെന്ന് തോന്നുമ്പോൾ ഞാൻ വരാറുണ്ട്. When the film is good, you feel good to talk. അതിന് എല്ലാവരും അറിയുന്ന ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്കാണ്. ഇപ്പൊ പ്രൊഡ്യൂസറിന്റെ കഷ്ടപ്പാടിനെ കുറിച്ച് എന്റെ അടുത്ത് പറഞ്ഞല്ലോ. അതിന് കഷ്ടപ്പാടുണ്ടായിരുന്നോ യോബിന്റെ സമയത്ത് പ്രൊഡ്യൂസർ എന്നുള്ള നിലയ്ക്ക്? പ്രൊഡ്യൂസർ എന്ന നിലയ്ക്ക് യോബ് വാസ് എ വെരി ഡിഫിക്കൽട്ട് ഫിലിം ടു ഷൂട്ട്. മോർ ദാൻ 100 days ഷൂട്ട് ചെയ്ത പടമാണ്, പീരിയഡ് ആണ്. അപ്പൊ അത് സെറ്റ് ചെയ്യാനുള്ള, അത് ഷൂട്ടിന് മുമ്പുള്ള ഡിഫിക്കൽട്ടി ആയിരുന്നു. ഷൂട്ട് തുടങ്ങിയപ്പോൾ ഇറ്റ് വാസ് വെരി ഈസി. പ്രീ പ്ലാൻഡ് ആയിട്ടാണ് തുടങ്ങിയത്, പക്ഷെ ആ പ്രീ പ്ലാൻ പ്രോസസ് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു. ശരിക്കും എന്താ ഒരു പ്രൊഡ്യൂസറിന്റെ ബുദ്ധിമുട്ടുകൾ? എന്താ ബുദ്ധിമുട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിനിമ ആക്കി എടുക്കണ്ടേ. ആക്ടർ ആവാനാണോ പ്രൊഡ്യൂസർ ആവാനാണോ എളുപ്പം? എളുപ്പം ഏതാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ ഐ ലൈക്ക് ടു ബി എ പ്രൊഡ്യൂസർ. ഐ സീ മൈസെൽഫ് ആസ് എ പ്രൊഡ്യൂസർ ഇൻ സം ടൈം. ആണോ? ആക്ടിംഗ് നിർത്തുവോ? ഒന്നും എനിക്കറിയില്ല, അതൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളല്ല. പക്ഷെ ഐ വുഡ് അറ്റ്ലീസ്റ്റ് ഇൻ സം ടൈം ഞാൻ പ്രൊഡക്ഷനിൽ കുറച്ചുകൂടെ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പ്രോസസ്. എങ്ങനത്തെ പ്രൊഡ്യൂസർ ആവാൻ ഇഷ്ടം? മറ്റേ ബാഹുബലിയൊക്കെ ടൈപ്പ് ആണോ? 600 കോടി അങ്ങനെയൊക്കെ? ഞാൻ പൈസ മുടക്കാത്ത പ്രൊഡ്യൂസേഴ്സ് ആണ്. എന്ന് വെച്ചാൽ ആർക്കും അഭിനയിക്കാം, സ്നേഹം മാത്രമേ ഉള്ളൂ കൊടുക്കാൻ, കൊടുക്കാൻ. ശരിക്കും പറയാം, എങ്ങനത്തെ പടങ്ങൾ എടുക്കാനാണ് ഇഷ്ടം? അല്ല എനിക്ക് അങ്ങനെ ഐ ലൈക്ക് ടു മേക്ക് ഗുഡ് ഫിലിംസ്. അങ്ങനെ ഡിപെൻഡ്സ്. ചില ആൾക്കാർക്ക് ഉണ്ടാവുമല്ലോ ഫിക്ഷൻ എടുക്കണം, പീരിയോഡിക് മൂവീസ് എടുക്കണം എന്നൊക്കെ ആയിരിക്കുമല്ലോ, അല്ലെങ്കിൽ ഭയങ്കര റിയൽ ലൈഫ് ആയിട്ടുള്ള സാധനങ്ങൾ. ഞാൻ ഒരു പീരിയോഡിക് ഫിലിം എടുത്തല്ലോ, എന്റെ ഫസ്റ്റ് പ്രൊഡക്ഷൻ പീരിയോഡിക് ആയിരുന്നു. സമാധാനം. അടുത്തത് ഇനിയിപ്പം അടുത്തത് വേറെ മസ്റ്റ് ബി എ കിഡ്സ് ഫിലിം. ഐ ഡോണ്ട് നോ. സംസാരിക്കുന്നുണ്ട്. ഐ മീൻ അങ്ങനത്തെ ഒരു പടമായിരിക്കും, പിള്ളേർക്ക് വേണ്ടിയുള്ള ഒരു പടമായിരിക്കും. എന്താ നോക്കുന്നത്? കഥയാണോ അതോ ബജറ്റാണോ? എന്തിനാ പ്രയോറിറ്റി? ഭയങ്കര ചോദ്യമാണല്ലോ, കഥയാണോ ബഡ്ജറ്റാണോ? ഒരു പ്രൊഡ്യൂസറിന് തീർച്ചയായിട്ടും അത് ചോദിക്കാമല്ലോ. ഞാൻ നോക്കുന്നത് അതിന്റെ ഒരു എന്റർടൈൻമെന്റ് ഫാക്ടറാണ്. ഞാൻ കുറെ നാളായിട്ട് ആലോചിക്കുന്നതാണ്, എനിക്ക് ഐ വോണ്ട് ഡു സം ഫോർ ചിൽഡ്രൻ. നിർബന്ധമൊന്നുമില്ല, ഞാൻ ഉണ്ടാവണമെന്നൊരു നിർബന്ധമില്ല. ഈ സൂര്യയൊക്കെ ഇങ്ങനെ നിർമ്മിക്കുന്നുണ്ട്, പക്ഷെ സൂര്യ തന്നെ അതിലൊരു ചെറിയ റോളൊക്കെ ചെയ്യുകയും ചെയ്യും. അറ്റ്ലീസ്റ്റ് ആ പടത്തിന്റെ ഒരു മൂല്യം കൂടാനായിട്ട്, ആൾക്കാർ കയറാൻ വേണ്ടിട്ട്. അങ്ങനെയൊക്കെ ചെയ്യരുതോ? അങ്ങനെയല്ല ശാലിനി, എനിക്കറിയില്ലല്ലോ കഥ ഉണ്ടായി, ഒരു സംവിധായകൻ എന്നോടൊന്ന് പറയണം അത് പിള്ളേർക്ക് വേണ്ടിയുള്ള പടമാണ്, ഇതിനകത്തൊരു സീനിൽ അഭിനയിക്കോ എന്ന് ആരെങ്കിലും ഒന്ന് ചോദിച്ചാൽ നല്ലൊരു കാര്യമാണ്, തീർച്ചയായും ഞാൻ ചെയ്യും. ഞാനിപ്പോ ചോദിക്കണതിനൊക്കെ അത്യാവശ്യം നന്നായിട്ട് മറുപടിയൊക്കെ പറയണ്ട ഒരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയ്ക്ക്. അപ്പൊ ഈ സിനിമയിൽ ടേക്ക് ഓഫ് എന്ന് പറഞ്ഞ സിനിമയില് പ്രൊഡ്യൂസറിന്റെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞിട്ടുണ്ടല്ലോ എന്തൊക്കെയാ? ബിക്കോസ് ഓൾറെഡി ഒരു പ്രൊഡ്യൂസർ ആയിരുന്നു. എന്തൊക്കെയായിരുന്നു ഈ പടത്തിലെ പ്രൊഡ്യൂസറിന്റെ ബുദ്ധിമുട്ട്? ഈ പടത്തിനെ സംബന്ധിച്ചിടത്തോളം ആൻഡ്രോ ജോസഫ് എന്ന് പറഞ്ഞൊരു വ്യക്തി ഇല്ലെങ്കിൽ ഈ സിനിമ ഉണ്ടാകില്ല. അതാണ് എനിക്ക് ആൻഡ്രോ ചേട്ടനോടുള്ള ഏറ്റവും വലിയ റെസ്പെക്റ്റും. ഈസി അല്ല ഇങ്ങനെ ഒരു പടം ഫുൾ ഓഫ് ചെയ്യാന്നുള്ളത്. അത് രാജേഷേട്ടന്റെ എനിക്ക് രാജേഷേട്ടനായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടില്ല, പക്ഷേ രാജേഷേട്ടനായിട്ട് പല മീറ്റിംഗ്സും പല സിനിമകളും ചർച്ച ചെയ്യാൻ വേണ്ടി ഞാൻ ഇരുന്നിട്ടുള്ള ആളാണ്. അപ്പം രാജേഷേട്ടന്റെ ഓർമ്മയിൽ രാജേഷേട്ടന്റെ ഫ്രണ്ട്സ് എല്ലാം ഗ്യാദർ ചെയ്ത് ഇങ്ങനെ ഒരു അസോസിയേഷനിൽ എന്നെ വിളിച്ചപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. പക്ഷേ അതൊക്കെ കഴിഞ്ഞൊരു പ്രോസസ്സിലാണ് ഞങ്ങൾ തന്നെ തിരിച്ചറിയുന്നത് ഇറ്റ്സ് എ വെരി ബിഗ് ഫിലിം. മലയാളം സ്റ്റാൻഡേർഡ്സിൽ ഇതിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഇസ് വെരി ബിഗ്. അത് മാത്രമല്ല, ഇതിപ്പോ നമ്മൾ റിയൽ ലൈഫ് സിറ്റുവേഷൻ എടുക്കുന്ന ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്, പക്ഷെ ഈ സിനിമയുടെ ഒരു റിസ്ക് ഉണ്ട്. ഇറാഖിൽ പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ അത് ഓൾമോസ്റ്റ് എൻറ്റയർ 2014 എൻറ്റയർ സിനാരിയോ സെറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഇത് മിഡിൽ ഈസ്റ്റിലും ഹൈദരാബാദും കൊച്ചിയിലൊക്കെ ആയിട്ട് ഓൾമോസ്റ്റ് ഓവർ 100 days ഷൂട്ട് ചെയ്ത പടമാണ്. ഐ ഷോട്ട് മൈ പോർഷൻസ് വർ ഷോട്ട് ഇൻ ലാസ്റ്റ് ജൂൺ. 6 മാസത്തോളമായിട്ട് പടത്തിന്റെ ഷൂട്ട് നടക്കുകയാണ്, ഷൂട്ട് മാത്രം നടക്കുകയാണ്. കഴിഞ്ഞ 2 മാസമാണ് ഇതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷന് വേണ്ടി സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതുവരെ ഷൂട്ടായിരുന്നു. ഞാൻ ജൂൺ ജൂലൈയിൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാണ്. സോ ഇറ്റ്സ് എ വെരി ബിഗ് ഫിലിം. അത് ഒരു പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞ ഒരാൾ ഫ്രണ്ടിൽ നിൽക്കാതെ ഇങ്ങനെ ഒരു പടം ഉണ്ടാകില്ല. ഇങ്ങനെ ഒരു പ്ലോട്ട് വന്ന് പറഞ്ഞപ്പോഴേ പേടിയുണ്ടായിരുന്നു ശരിക്കും, സത്യം പറയണം കേട്ടോ. ഇങ്ങനെ ഇറാഖിലൊക്കെ പോകണമെന്നൊക്കെ പറഞ്ഞപ്പോ പോയിട്ടുണ്ടോ അതിന് മുന്നേ? ഇറാഖിൽ പോയിട്ടില്ലായിരുന്നു. എനിക്ക് ഏത് സിനിമയും യെസ് പറയുന്ന മുമ്പേ പേടിയുണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഒരു മാജിക്കൽ പ്രോസസ് ആണ്. അതിന്റെ അകത്തൊരു നമുക്ക് അറിയാൻ പാടില്ലാത്തൊരു ഫോഴ്സ് ഉണ്ട് അതിന്റെ അകത്ത്. അപ്പം എനിക്ക് എപ്പോഴും അങ്ങനെ ഒരു ഫിയർ ഉണ്ട് ഒരു പടം യെസ് പറയുന്നതിന് മുമ്പ്, എസ്പെഷ്യലി ടേക്ക് ഓഫ്, ബിക്കോസ് ഇറ്റ് വാസ് ഓൺ സച്ച് എ ബിഗ് ക്യാൻവാസ്. ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. ഇറാഖിൽ പോകാൻ പേടിയുണ്ടായിരുന്നു? ഇല്ല. ഷൂട്ടിന് മുമ്പ് എവിടെയും പേടിക്കേണ്ട കാര്യമില്ല, ബിക്കോസ് യു വെരി സെക്യൂർ. ഇപ്പം എന്നോട് റോളർ കോസ്റ്ററിൽ കയറാൻ പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി എനിക്ക് കയറാൻ ഭയങ്കര പേടിയാണ്, പക്ഷെ ഷോട്ടിന് കയറാൻ പറഞ്ഞാൽ ഞാൻ ഓടി കയറും. എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര പേടിയാണ്. പേടിയുള്ള സംഭവം എന്തൊക്കെയാ? പേടിയേക്കാളും എനിക്ക് മനസ്സിലാകത്തില്ല അതിന്റെ ലോജിക്ക്. ആൾക്കാർ പൈസ കൊടുത്തിട്ട് എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്. അതാണ്. പക്ഷെ ഫോർ ഷോർട്ട് ഐ ഈവൻ ഡിഡ് സ്കൈ ഡൈവ്. അപ്പം പുതിയ പടത്തിന് റോൾ മോഡൽസ്. അപ്പം എനിക്ക് പേഴ്സണലി പേടിയുള്ള പല കാര്യങ്ങളും ഷൂട്ട് ചെയ്യുമ്പോൾ അതാ ചോദിച്ചാൽ എന്താ പേഴ്സണലി പേടിയുള്ള പല കാര്യങ്ങളുണ്ട്. പെട്ടെന്ന് ചോദിച്ചാൽ എനിക്ക് അണ്ടർ വാട്ടർ പേടിയാണ്, ഫോബിയകളാണ്. എനിക്ക് ജോസ് എന്ന് പറഞ്ഞ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഭയങ്കര ഫോബിയാണ്, വെള്ളത്തിനടി പോയി കണ്ണു തുറന്നു പിടിക്കാൻ. റോൾ മോഡൽസിന് വേണ്ടി കടലടി തന്നെ ആയിരുന്നു. മീൻ അതുകൊണ്ട് കേട്ടോ. ഇത് കാരണം നമ്മൾ ക്ലോസ് ആയിട്ട് എൻകൗണ്ടർ ചെയ്യാത്തൊരു സാധനമല്ലോ. ഇപ്പൊ പട്ടിയും പൂച്ചയും കാണുന്ന പോലല്ലോ ഇത്. വല്ലപ്പോഴൊക്കെ അതെ, അതിന് എന്താണ് അതിന്റെ മനസ്സിലുള്ളത് നമുക്കറിയത്തില്ലല്ലോ. അപ്പം അങ്ങനെയുള്ള ചെറിയ പേടികൾ. ഇതിൽ പേടിയുള്ള സംഭവങ്ങൾ എന്തൊക്കെയാ ചെയ്തിട്ടുള്ളത്? ഒന്ന് സ്കൈ ഡൈവിംഗ് ചെയ്തു പറഞ്ഞു, പിന്നെ അണ്ടർ വാട്ടർ ചെയ്തു, പിന്നെ ഇതൊക്കെ തന്നെ ഇപ്പൊ പേടിയുള്ള കാര്യങ്ങൾ. ഹൈറ്റ്സും വാട്ടറും
പേടിയാണ് ചുരുക്കത്തില്. ഹൈറ്റ്സും പേടിയാണ്. അതെ, ഹൈറ്റ്സ് പേടിയാണ്. ഫഹദ് ഒരു സിനിമ തെരഞ്ഞെടുക്കുമ്പോ എന്തൊക്കെയാ നോക്കുക സാധാരണഗതിയിൽ കേട്ടോ? ഇപ്പൊ ഈ സിനിമയിൽ പറഞ്ഞു നല്ല കഥ, അത് കാണുമ്പോ തന്നെ അറിയാം. അല്ല, ഞാൻ കഥയൊന്നുമല്ല അങ്ങനെ ഒരു പടം ചെയ്യുന്നിടത്ത് അത് കഥയൊന്നുമല്ല. എനിക്കൊരു ഇമേജ് ഫോം ചെയ്യണം. ഒരു കഥ സ്ക്രിപ്റ്റ് പോലും ഞാൻ വായിക്കാറില്ല. ഐ മീൻ നോ, I'd like to hear the narration. എനിക്ക് ഒരു സ്ക്രിപ്റ്റ് വായിച്ചിട്ട് സിനിമ യെസ് എന്ന് മലയാളം വായിക്കാൻ അറിയോ? പിന്നെ തീർച്ചയായിട്ടും അറിയാം. ശരി. അപ്പം എനിക്കൊരു ഇമേജ് ഫോം ചെയ്യണം. അത് ഞാൻ ഒരിക്കൽ ജനലിന്റെ പുറത്തേക്ക് കണ്ടൊരു ഇമേജോ അല്ലെങ്കിൽ ഞാൻ കാറിൽ പോകുമ്പോൾ കണ്ടൊരു ഇമേജോ എനിക്ക് ലൈഫായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇമേജ് ആയിരിക്കണം. അങ്ങനെ ഒരു ഇമേജ് ഒരു നറേഷനിൽ എനിക്ക് ഫോം ചെയ്താൽ ഞാൻ ആ സിനിമ ചെയ്യും. ഈ പർട്ടിക്കുലർ സിനിമ ടേക്ക് ഓഫ് തെരഞ്ഞെടുക്കാൻ അങ്ങനെ എന്ത് ഇമേജാണ് വന്നത്? അപ്പോൾ മഹേഷ് ഒരുപാട് റെഫറൻസസ് കൊണ്ടുവന്നു. റെഫറൻസ് അല്ല, ഈ ഒറിജിനൽ ഫുട്ടേജ് ഇവരെ തിരിച്ചു കൊണ്ടുവരുന്ന, ഇവര് എയർപോർട്ടിൽ വന്നിട്ടുള്ള ഫുട്ടേജ്, അവരുടെ ഇന്റർവ്യൂസ്, 1000 ഇമേജസ് ഉണ്ടായിരുന്നു. എനിക്ക് ആ എയർപോർട്ടിൽ അവർ തിരിച്ചെത്തി കഴിഞ്ഞ എയർപോർട്ടിൽ അവരുടെ ഫാമിലി ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ, അത് ഭയങ്കര ഇറ്റ് വാസ് വെരി വെരി ബ്യൂട്ടിഫുൾ. അത് ടച്ച് മീ ഡീപ്. ഇനി എന്റെ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ചോദിക്കാണ് കേട്ടോ, ഇപ്പൊ ഈ റോൾ അല്ലായിരുന്നെങ്കിൽ അടുത്തൊരു പ്രിഫറൻസ് ഏത് ക്യാരക്ടറിനാണ് കൊടുക്കുക ചെയ്യാനായിട്ട്? എന്നെ ആ പടത്തിൽ ഏത് റോളിൽ വിളിച്ചിരുന്നു ഞാൻ ചെയ്തേനെ. ആസിഫിന്റെ റോളിൽ വിളിച്ചിരുന്നു ഞാൻ ചെയ്തേനെ. കുഞ്ചാക്കോയുടെ റോളിൽ വിളിച്ചിരുന്നു ഞാൻ ചെയ്തേനെ. രണ്ടും പാർവതിനെ ചെയ്യാൻ പറ്റില്ലല്ലോ. പാർവതിയുടെ ഞാൻ ചെയ്തേനെ. ആണോ? ആരുടെ ഏറ്റവും നല്ല ക്യാരക്ടറായിട്ട് തോന്നണല്ലോ? നമുക്കറിയാലോ അതിനകത്ത് എല്ലാവരും നല്ല ക്യാരക്ടേഴ്സ്. ചാക്കോച്ചിന്റെയും ആസിഫിന്റെയും എന്റെയും എല്ലാവരും നല്ല ക്യാരക്ടേഴ്സ്. എനിക്ക് പേഴ്സണലി ഒരു എക്സൈറ്റ്മെന്റ് ഉള്ളത്, എനിക്ക് ചാക്കോച്ചൻ ഇങ്ങനെയുള്ള പടങ്ങൾ ചെയ്യുന്ന കാണാനാണ് ഇഷ്ടം. ട്രാഫിക്കോ ടേക്ക് ഓഫോ ലെയേർഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് എനിക്ക് ചാക്കോച്ചന് ഭയങ്കര വർക്ക് ആവുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അപ്പം ചാക്കോച്ചൻ എനിക്ക് പേഴ്സണലി ഇങ്ങനെയുള്ള സിനിമകളിൽ കാണാനാണ് ഇഷ്ടം. പിന്നെ ഞാൻ ആസിഫോട് സംസാരിക്കുകയും ചെയ്തു. എനിക്ക് ആസിഫിനെ ഈ പടത്തിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു ഭയങ്കര മെച്ചോർഡ് ആയിട്ടുള്ള, ഹി ലുക്ക്ഡ് മെച്ചോർഡ് ഇൻ ദി ഫിലിം. തട്ടിപ്പ് തെറിയുടെ പരിപാടികളൊന്നുമില്ല. ഇല്ല, അതാണ് അവനായിട്ട് തോന്നിയില്ല. He's a dear friend. അപ്പം I thought he was very good in the film. ഷൂട്ട് ഔട്ട് അറ്റ് സ്പോട്ട്ലൈറ്റ്. ഫഹദിനോട് ഞാൻ ഈ റൗണ്ടിൽ ചോദിക്കാൻ പോണ ചോദ്യങ്ങൾക്ക് വലിയ ഡെക്കറേഷൻ ഒന്നും കൊടുത്ത് പറയണ്ട കേട്ടോ, ഉള്ള പോലെ പറഞ്ഞാൽ മതി. എന്തോ പണി വരാൻ പോകണം. എളുപ്പമാണ്. ഞാൻ പുറം നാട്ടിൽ പോയി പഠിച്ചതിന്റെ റീസൺ, ഊട്ടിയിൽ പോയി പഠിച്ചതിന്റെ റീസൺ, നാട്ടിലൊന്നും അഡ്മിഷൻ കിട്ടിയില്ല, പഠിക്കാൻ വളരെ മണ്ടനായിരുന്നു, അതോ അന്നത്തെ കാലത്ത് അതൊരു ഫാഷൻ ആയിരുന്നു. ആദ്യത്തെ ഉത്തരവായിരിക്കും കുറച്ചുകൂടി സൂട്ടബിൾ. അതെ, നാട്ടിലൊന്നും അഡ്മിഷൻ കിട്ടിയില്ല, എന്നെ നിർത്താൻ കൊള്ളില്ല എന്നവർക്കൊക്കെ തോന്നി കാണും. ഏത് ക്ലാസ്സിലാണ് പോയി പഠിച്ചത് ഊട്ടിയില്? ഞാൻ ബോർഡിംഗ് പോയത് ഐ ലെഫ്റ്റ് 4th സ്റ്റാൻഡേർഡ്. 9 വയസ്സുള്ളപ്പോ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയത്. ശരി, എന്നിട്ട് എപ്പോഴാണ് തിരിച്ചു വന്നത്? 26 വയസ്സുള്ളപ്പോ വീട്ടിൽ കയറ്റിയത്. അപ്പോഴാണ് നന്നായിട്ട് തിരിച്ചു വന്നത്. സ്കൂൾ കഴിഞ്ഞു, പിന്നെ US പോയി, എല്ലാം കഴിഞ്ഞ് സക്കീത്ത് കഴിഞ്ഞ് തിരിച്ചെത്തിയത് 26 വയസ്സ്. US സൈക്കോളജി പഠിച്ച് ഫിലോസഫി എഞ്ചിനീയറിംഗിനാണ് പോയത്. 2 വർഷം പഠിച്ചപ്പോൾ മനസ്സിലായി ഇത് കൂട്ടിയാ കൂടൂല, നമുക്ക് പറഞ്ഞിട്ടില്ല എന്നുള്ളത്. Then I shifted my major to philosophy. I finished and I came back. ശരി, who is that one person who knows you inside out? My wife, I'd like to say. അല്ലെങ്കിൽ അത്രയും വലിയൊരു റിസ്ക് ആ കുട്ടി എടുക്കില്ലായിരുന്നു. എന്നെ കുറച്ചെങ്കിലും മനസ്സിലാക്കിയിട്ടുള്ളത് ഐ തിങ്ക് ഇറ്റ്സ് ഹർ. ഐ തിങ്ക് ഞാൻ ഒട്ടും എക്സ്പ്രസീവ് അല്ല. അപ്പം ഇന്റർപ്രിട്ടേഷൻസ് മാറാം. അപ്പൊ ഞാനങ്ങനെ എന്നെ എല്ലാവരും മനസ്സിലാക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ പോയി നിന്ന് കൊടുക്കുന്ന ഒരാളും അല്ല. വേണമെങ്കിൽ മനസ്സിലാക്കിയാൽ മതി. ശരി, ഇത് കല്യാണത്തിന് ശേഷമുള്ള കാര്യമല്ലേ പറഞ്ഞത്? അതിന് മുമ്പേ ഐ തിങ്ക് ഷീസ് ഗോട്ട് മീ. ഐ തിങ്ക് അതല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് മനസ്സിലാക്കാന്ന് പറഞ്ഞാൽ എന്ത് പരിപാടി അത്? എന്താ ശാലിനി? ഫഹദ് ഏറ്റവും കൂടുതൽ പ്രൗഡ് ആയിട്ടുള്ള ഫഹദിന്റെ ഒരു അച്ചീവ്മെന്റ്? ഐ തിങ്ക് എന്റെ പേരൻസ് എപ്പോഴൊക്കെ എന്നെ കുറിച്ച് ഓർത്തവർ ഹാപ്പി ആയിരുന്നു. അതും എപ്പോഴൊന്നും അല്ല, എപ്പോഴൊക്കെ. ഐ മീൻ ഐ തിങ്ക് ഐ മേഡ് ദം ഹാപ്പി ആൻഡ് പ്രൗഡ് അറ്റ് സം പോയിന്റ്. എന്താ സ്കൂളിൽ വല്ല ട്രോഫി കിട്ടിയിട്ടുണ്ടോ? പിന്നെ സ്കൂൾ കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് തോന്നുന്നു സിനിമയിലൊക്കെ തിരിച്ചു വന്നിട്ടായിരിക്കും. സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോഴൊന്നുമില്ല. അവാർഡൊന്നും അങ്ങനെ വാപ്പ എക്സൈറ്റഡ് ആവുന്ന കാര്യമാണെന്ന് എനിക്കറിയില്ല. ഞാൻ വാപ്പയുടെ കാര്യമല്ല ചോദിക്കണേ, ഞാൻ സ്വന്തമായിട്ട് പെട്ടെന്ന് ഓർമ്മ വരുന്ന അങ്ങനെ ഒരു പ്രൗഡ് മൊമെന്റ് ഒന്നും അങ്ങനെ. ശരി, ക്രേസിയസ്റ്റ് തിങ് യു എവർ ഡൺ ഇൻ യുവർ ലൈഫ്? ക്രേസിയസ്റ്റ് തിങ് എന്തോ ഉണ്ട്, അല്ല കുറെ ഉണ്ട്. ഏത് പറയണമെന്നാ? ക്രേസിയസ്റ്റ് തിങ് ഐ ഹാവ് ഡൺ വുഡ് ബി, എനിക്ക് ഓർമ്മയില്ല. അല്ല, കൂടുതലും പേഴ്സണൽ ആണ്, അതുകൊണ്ട് എനിക്ക് പറയാൻ പേടിയാണ്. ഫ്രണ്ട്സിനെ അത് ഒഫെൻഡ് ചെയ്യോ അല്ലെങ്കിൽ വൈഫിനെ അത് ഒഫെൻഡ് ചെയ്യോ ചെയ്തിട്ടുണ്ട്. ഞാനേ ക്രേസിയാണ്. അപ്പം നാച്ചുറലി യു ക്യാൻ ഇമാജിൻ. ശരി, women find you sexy because I respect them, I guess, and I love them. Yeah. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? I'm purely a women's man, so you know. ശരി, your first celebrity crush? Celebrity crush would be, I used to love Vidya Balan during Parinitha. അപ്പോഴാണോ? അതിന് മുന്നേ ഒന്നും ഉണ്ടായിട്ടില്ല? അതിന് മുമ്പ് പഴയ ശോഭ ഇല്ലേ, I really like her. ഉൾക്കടലിലൊക്കെ അഭിനയിച്ചിട്ട് I really love her on screen. What makes you fall in love? അല്ലെങ്കിൽ made you fell in love? അത് ചോദിക്കണായിരിക്കും കുറച്ചുകൂടി നല്ലത്. Fell in love for the first time or many you kept falling in love, you mean? I'll tell you why I stuck to one person. That would be more easy for me to answer. ബാക്കി ഊഹിച്ചെടുത്തോളാം. ബാക്കി അത് ഒരുപാടുണ്ട് പറയാൻ. So I mean with my love now, I mean with Nazria, I think it's a sense of belongingness. I could be myself. എനിക്ക് അങ്ങനെ ഇംപ്രസ് ചെയ്യേണ്ട കാര്യമൊന്നും ആ സ്റ്റേജ് പെട്ടെന്ന് കടന്നുപോയി. Yeah, I mean it was so easy for me to settle down to her. ഇനി ഫസ്റ്റ് ലവിന്റെ കാര്യം? ഫസ്റ്റ് എനിക്ക് ഭയങ്കര, I mean she was a senior in school. അപ്പൊ അതൊരു ഫിയർഫുൾ ഫാക്ടർ ആയിരുന്നു. ഇങ്ങനെ പോയി പറയാനൊക്കെ പേടിയായിരുന്നു. I mean it was very ഇങ്ങനെ ഒളിച്ചൊക്കെ നോക്കിയിട്ടുള്ള
Because she was senior, it was very sweet. And ഫഹദ് എത്ര പേരുടെ അടുത്ത് പോയിട്ട് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്? എനിക്ക് അതൊന്നും ഓർമ്മയില്ല. 10 താഴെയാണോ 10 കൂടുതലാണോ എന്ന് പറ. I don't know. അറിയില്ല. എത്ര പേര് റിജക്ട് ചെയ്തിട്ടുണ്ട്? അതും എനിക്ക് ഓർമ്മയില്ല. എന്തിനാ കള്ളാന്നോടാ പറയണേ? ഇല്ല, അതും എനിക്ക് ഓർമ്മയില്ല. ചെയ്തിട്ടുണ്ടോ? പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. റിജക്ട് ചെയ്തിട്ടുണ്ടോ? റിജക്റ്റും ചെയ്തിട്ടുണ്ട്. നാണം വരുന്നു പറയുമ്പോ. ഇല്ല, റിജക്റ്റും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം ഇതിന്റെ ഇടയ്ക്ക് സംഭവിക്കുന്ന കാര്യങ്ങളാണ്, ജീവിതത്തിന്റെ ഭാഗമല്ലേ അല്ലേ? അതെ. പിന്നെ ഫഹദ് റിജക്ട് ചെയ്തിട്ടുണ്ടോ? റയറായിട്ട് നമുക്ക് ഡിമാൻഡ് ചെയ്യാലോ. അതും സംഭവിച്ചിട്ടുണ്ട്. ഫഹദ് സജഷൻസ് ഒക്കെ പറയോ? അങ്ങനെ ഇല്ല. ഏൽപ്പിച്ച പണി ചെയ്യാം. അത്രേ ഉള്ളൂ. ഞാൻ ഐ എം എ ഗുഡ് ലിസണർ. എനിക്ക് ഐ എം കംപ്ലീറ്റ്ലി ഡയറക്ടേഴ്സ് ആക്ടർ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഉഴപ്പനാണോ? ഭയങ്കര ഉഴപ്പനുണ്ട്. എനിക്ക് തോന്നി ഭയങ്കര മടിയാണ്. എന്തെത്ര മടി, എന്തൊക്കെ കാര്യങ്ങൾക്ക് രാവിലെ എഴുന്നേക്കാൻ മടിയാ? എങ്ങനെയൊക്കെ ഉഴപ്പ്? ഐ എം നെവർ ഓൺ ടൈം എനിവേർ. എനിക്ക് ഞാൻ ചെയ്യുന്ന കാര്യമാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഞാൻ ഇപ്പോൾ രാത്രി ചിലപ്പം ഞാൻ ഒരു ബുക്ക് വായിച്ചിരിക്കുകയാണെങ്കിൽ എനിക്ക് ആ മടുക്കുന്ന വരെ ബുക്ക് വായിച്ച് ഞാൻ ഇരിക്കും. അപ്പൊ എനിക്ക് ഞാൻ താമസിക്കുമായിരിക്കും. എന്റെ ഭാര്യയായിട്ട് സംസാരിച്ചിരിക്കുകയാണ്, ഞാൻ സംസാരിച്ചങ്ങിരിക്കും. ഐ ലവ് ഡൂയിങ് വാട്ട് ഐ എം ഡൂയിങ്. എന്താണ് ചെയ്യാൻ ഏറ്റവും ഇഷ്ടം എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനൊരു മറുപടി ഇല്ല. പക്ഷെ ഞാൻ ചെയ്യുന്ന കാര്യമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. റിസ്ക് എടുക്കാൻ ഇഷ്ടമാണോ? റിസ്ക് എടുക്കാറുണ്ട്. ഞാൻ എല്ലാവരോടും പറയും ഐ ഡോണ്ട് ഗാമ്പിൾ, ബട്ട് മൈ ലൈഫ് ഇറ്റ്സെൽഫ് ഇസ് എ ഗാമ്പിൾ. അങ്ങനെ ഒരു സ്വിംഗിലാണ് എന്റെ ലൈഫ് എപ്പോഴും പോയിട്ടുള്ളത്. സോ റിസ്ക് എടുത്തിട്ടുണ്ട്, എടുക്കുകയും ചെയ്യും. ആരാ ഫഹദിന്റെ ബെസ്റ്റ് ഫ്രണ്ട്? സ്കൂളിൽ പഠിച്ച ഫ്രണ്ടാണ് മാത്യു. ഇൻഡസ്ട്രിയിലുണ്ടോ? പിന്നെ ഇൻഡസ്ട്രിയിലും ഐ എം വെരി ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് അമൽ ഇസ് എ ഡിയർ ഫ്രണ്ട്, അൻവർ, സമീർ, ലോട്ട് ഓഫ് ഫ്രണ്ട്സ്. ശരി, സിനിമ ഇല്ലാത്ത ഒരു ദിവസം എങ്ങനെയാ ഫഹദിന്റെ ഒരു ദിവസം പോണത്? ഞാൻ എന്റെ വീട്ടിൽ ഇരിക്കും. പുറത്ത് കുത്തിരിയോ? ഒന്നും ചെയ്യാണ്ട്? ചിലപ്പോൾ ഒന്നും ചെയ്യാണ്ടിരിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ടി വി കണ്ടോണ്ടിരിക്കും, വായിച്ചുകൊണ്ടിരിക്കും. ഞാനില്ല കുക്ക് ചെയ്യാൻ. എനിക്ക് ഞാൻ നന്നായിട്ട് ഭക്ഷണം കഴിക്കും. പക്ഷെ ചായയൊക്കെ ചിലപ്പം ഞാൻ കുറച്ച് നേരത്തെ എണീക്കുമ്പോൾ നസ്രിയാണെന്ന് ഉറങ്ങുകയാണെങ്കിൽ ഞാൻ തന്നെ ചായയൊക്കെ ഇടും. അതർവൈസ് ഐ എം ഇൻ മൈ വേൾഡ്. വായിക്കോ? നന്നായിട്ട് വായിക്കും. എന്താ വായിക്കാം? കൈ കിട്ടുന്ന എന്തും വായിക്കും. ബാലരമ വായിക്കോ? ഇപ്പം വായിക്കാറില്ല, പണ്ട് വായിച്ചിരുന്നു. അന്ന് അതിനോടൊക്കെ ആക്സസ് ഉണ്ടായിരുന്ന സമയത്തൊക്കെ വായിച്ചിരുന്നു. പക്ഷെ ഞാൻ ഒരു ബോർഡിംഗ് സ്കൂളിലാണ് പഠിച്ചത്. അപ്പം മൈ ആക്സസ് ടു സച്ച് തിങ്സ് ആർ വെരി ലിമിറ്റഡ്. മലയാളം കണ്ട മികച്ച സംവിധായകരിൽ ഒരാൾ ഫാസിൽ, അദ്ദേഹത്തിന്റെ മകൻ ഫഹദ് ഫാസിൽ. ഇപ്പൊ ഫഹദ് ആണെങ്കിൽ ഒരു സ്റ്റാർ കിഡ് ആണല്ലോ പണ്ട് തൊട്ടേ. സിനിമ ഇൻഡസ്ട്രിയിൽ ആയതിന്റെ ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് എന്താ തോന്നിയിട്ടുള്ളത് ത്രൂ ഔട്ട് യുവർ ലൈഫ്? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സിനിമയാണ് എനിക്കെല്ലാം തന്നത്. എന്റെ ഫാദറിന്റെ കാര്യമായാലും എന്റെ ചെറുപ്പക്കാലമായാലും പിന്നെ ഞാൻ വളർന്നു കഴിഞ്ഞ് ഇപ്പം എനിക്ക് എന്റെ ഈ പ്രൊഫഷണൽ സിനിമ ഗേവ് മീ എവറിത്തിങ്. അപ്പൊ അത് തന്നെയാണ് അതിനകത്ത് ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം. അല്ലാതെ നെഗറ്റീവ് ആയിട്ടുള്ള അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഐ എം വെരി ഹാപ്പി എക്സെപ്റ്റ് ദ ഫാക്ട് ദാറ്റ് ഞാൻ എന്റെ ഭാര്യയായിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ എയർപോർട്ടിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഒന്ന് സെൽഫി എടുക്കുന്നത് എനിക്ക് ഭയങ്കര ദേഷ്യമുള്ള കാര്യമാണ്. Other than that, I am very happy with my life. Yes. ഫാദറിന്റെ അടുത്ത് ആരെ മറന്നാലും കുഞ്ചാക്കോ ബോബനെ മറക്കരുതെന്ന്. വാപ്പ. എന്താ കാര്യം? കുഞ്ചാക്കോയുടെ ഫാദറാണ് എന്റെ ഫാദറിനെ സിനിമയെ കൊണ്ടുവന്നത്. ഇത് വാപ്പ ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞ കാര്യമാണ്. എനിക്ക് ചാക്കോച്ചനും ചാക്കോച്ചന്റെ കുടുംബവും ഒരുപാട് വേണ്ടപ്പെട്ടാണ്. ബോബൻ അങ്കിളും മോളി ആന്റിയും അനുവും മിനും എല്ലാം ഒരുപാട് വേണ്ടപ്പെട്ട ആൾക്കാരാണ്. നിങ്ങൾ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണ്? പിന്നെ നമ്മള് വി ലിവ് വെരി ക്ലോസ് ബൈ. ആലപ്പുഴയിൽ. അതെ. പിന്നെ എന്റെ സിസ്റ്റേഴ്സും ചാക്കോച്ചന്റെ സിസ്റ്റേഴ്സും ഭയങ്കര അടുപ്പമാണ്. പിന്നെ എന്റെയും ചാക്കോച്ചന്റെ ഒക്കെ ഞങ്ങളുടെയൊക്കെ ഒരു കോമൺ ഫ്രണ്ട് സർക്കിൾ ആണ് ആലപ്പുഴയിൽ. സോ വി വെരി ക്ലോസ്. ഈ സിനിമയിലെ ടേക്ക് ഓഫ് എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു പൈസ പോലും വാങ്ങിക്കാണ്ടാണല്ലേ കുഞ്ചാക്കോ ബോബൻ അഭിനയിച്ചത്? അതെ. ഈ സിനിമയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ത്യാഗം എന്ന് പറഞ്ഞാൽ ചാക്കോച്ചന് ദേഷ്യം വരും. ഹി വെരി ക്ലിയർലി സേസ് ഐ ഡിഡ് ഇറ്റ് ഫോർ മൈ ഫ്രണ്ട്. രാജേട്ടനായിട്ടുള്ള അടുപ്പമാണ് ചാക്കോച്ചനെ ടേക്ക് ഓഫിലേക്ക് എത്തിച്ചത്. മാത്രമല്ല ഈ സിനിമയും അതിന്റെ മെറിറ്റും ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ തന്നെയാണ്. പക്ഷേ ഈ സിനിമയ്ക്ക് വേണ്ടി ഇത്രയും ഒരു വലിയ ജസ്റ്റർ ചാക്കോച്ചൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ ഒരു കാര്യം ആരാ പറഞ്ഞ ഇങ്ങനെ വാങ്ങിച്ചിട്ടൊന്നുമില്ല കാശ്? എനിക്കറിയാതെ. ഞാൻ ഭയങ്കര രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ആളാണ്. ശരി, ഇപ്പൊ കുഞ്ചാക്കോ ബോബന് ഒരു റീസൺ ഉണ്ടായല്ലോ കാശ് വാങ്ങിക്കാതെ അഭിനയിക്കാനായിട്ട്. അങ്ങനെ ഫഹദ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം റീസൺ? ഇപ്പം ഞാൻ കാശ് വാങ്ങിച്ചെന്നുള്ളൂ, അങ്ങനെ ഒരുപാടൊന്നും വാങ്ങിച്ചിട്ടില്ല. അയ്യോ, ഞാനൊരു പാവാണ്. ഇല്ല, അങ്ങനൊന്നുമില്ല. പൈസ ഒന്നും ഒരു ഫാക്ടർ അല്ല കൂട്ടുകാർക്ക് വേണ്ടി ഇത് ചെയ്യുമ്പോൾ. മണി ഈസ് നെവർ എ ഫാക്ടർ ഓഫ് എനിത്തിങ്. പൈസ തരാത്തോണ്ട് ഞാൻ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്ന് ഇന്ന് വരെയും ഞാൻ ആരെ കൊണ്ടും പറയിപ്പിച്ചിട്ടില്ല. ആൾക്കാർ പലതും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ഞാൻ കേൾപ്പിച്ചിട്ടില്ല. എന്റെ ലൈഫ് അതിന് ചുറ്റുമല്ല. ലോട്ട് മോർ എക്സൈറ്റിംഗ് തിങ്സ്. എന്താ കൂടുതൽ അപ്പൊ സിനിമയിൽ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത്? പൈസ അല്ലാന്ന് പറഞ്ഞു, സമ്മതിച്ചു. അതിന്റെ നമ്മൾ വേറൊരാളാകുക എന്ന് പറയുന്നത് വേറൊരാളെ മനസ്സിലാക്കുന്ന അത്രയും തന്നെ അടുത്തറിയുന്ന ഒരു കാര്യമാണ്. ഞാനൊരു ഡോക്ടറായിട്ട് അഭിനയിക്കുകയാണ്, അല്ലെങ്കിൽ ഞാനൊരു ഇന്ത്യൻ അംബാസിഡറായിട്ട് അഭിനയിക്കുകയാണ്. അപ്പൊ അഭിനയിക്കുക എന്ന് പറയുന്നത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരാളെ നമ്മൾ മനസ്സിലാക്കുകയാണ്, ഒരു വ്യക്തിയെ കൂടെ പരിചയപ്പെടുകയാണ്. ആ പ്രോസസ്സ് ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. അത് നമുക്ക് ഒരാളെയും കൂടെ പരിചയപ്പെടാൻ പറ്റുകയാണ്, അല്ലെങ്കിൽ നമുക്ക് അറിയാൻ പാടില്ലാത്തൊരു ഇമോഷനോ അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷനോ നമ്മൾ ഡിസ്കവർ ചെയ്യുകയാണ്. എനിക്ക് ആ പ്രോസസ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഒരു സമയത്ത് ഫേസ്ബുക്കിൽ ഏറ്റവും കൂടുതൽ ലൈക്കുകൾ വാങ്ങിക്കൂട്ടിയ ഒരു മലയാളി നായികയുണ്ട്, നസ്രിയ നാസിം. ഇപ്പൊ നസ്രിയ ഫഹദ്.
എന്തൊക്കെയുണ്ട് നസ്രിയുടെ വിശേഷം? സുഖമായിരിക്കുന്നോ? എന്നാൽ നിങ്ങളെ രണ്ടുപേരും കുറിച്ചുള്ള ചോദ്യമാണ് ഇനി അടുത്തത്. ആണല്ലേ? തുടങ്ങാം. ഈസിയസ്റ്റ് വേ ടു മേക്ക് നസ്രിയ സ്മൈൽ. നസ്രിയെ ചിരിപ്പിക്കാൻ ഭയങ്കര എളുപ്പമുള്ള കാര്യമല്ല. ഷീ ഈസ് ഓൾവേസ് സ്മൈലിംഗ് ഇൻ ദ ഫസ്റ്റ് പ്ലേസ്. ഐ മീൻ എന്തെങ്കിലും ചെറിയ ഗ്രംപിനെസ് ഒക്കെ അവിടെ ഇവിടെ ഒക്കെ വന്നെങ്കിലുള്ളൂ, അല്ലെങ്കിൽ ഷീ ഈസ് ഓൾവേസ് സ്മൈലിംഗ്. ഇറ്റ്സ് വെരി ഈസി ടു മേക്ക് എ സ്മൈൽ. പിസ്റ്റ് ഓഫ് ആക്കാനായിട്ട് പിസ്റ്റ് ഓഫ് ആക്കാൻ TV റിമോട്ട് വെക്കേണ്ട ആ സ്ഥലം മാറിപ്പോയാൽ മതി. എല്ലാം ഇങ്ങനെ പെട്ടെന്ന് വന്നിട്ട് പെട്ടെന്ന് പോകും. സോ ഐ മീൻ വെദർ ഇറ്റ്സ് ആങ്കറോ വാട്ട്സോഎവർ വന്നിട്ട് ഡീഫോൾട്ട് ചിരിയാണ്, സ്മൈലിംഗ് ഫേസ് ആണ്. ബാക്കിയെല്ലാം മൊമെന്ററി ആണ്. ഭയങ്കര അടുക്കി പൊറുക്കലുകാരിയൊക്കെയാണോ വീട്ടില്? വീട് ഭയങ്കരമായിട്ട് സൂക്ഷിക്കും. ആരെ വൃത്തിയാക്കണ വീട്ടില്? വൃത്തിയാക്കുന്നത്. വൃത്തിയാക്കി വെക്കാൻ കാരണക്കാരനാണോ കാരണക്കാരിയാണോ ഉള്ളത് വീട്ടില്? ഞാൻ അങ്ങനെ വീട് അങ്ങനെ മോശമായിട്ടൊന്നും. ഐ ഓൾസോ ലൈക്ക് ടു കീപ് മൈ പ്ലേസ് ടൈഡി ആൻഡ് ക്ലീൻ. ഞാൻ കെയർലെസ് ആണ്, ഭയങ്കര കെയർലെസ് ആണ്. കോഫി കപ്പ് ചിലപ്പം ബാത്റൂമിൽ നിന്നൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം ഐ എം വെരി കെയർലെസ്. ഐ വാക്ക് അറൌണ്ട് മൈ ഹൗസ് ഓൾ ദ ടൈം. അപ്പം ചിലപ്പം ഞാൻ ഇങ്ങനെ TV റിമോട്ട് ഏതെങ്കിലും കോർണറിനൊക്കെ ആയിരിക്കും കിട്ടുന്നത്. കാരണം ഫോൺ വന്നിട്ടുണ്ടെങ്കിൽ അത് സംസാരിച്ച് TV റിമോട്ടൊക്കെ ആയിട്ട് നടന്ന് ഞാൻ വേറെ അറ്റത്ത് പോകും, ബാൽക്കണിയിലോ ഗാർഡനിലൊക്കെ പോയി കൊണ്ട് വെക്കും. കെയർലെസ് ദാറ്റ് വേ. മിസ്പ്ലേസ് ചെയ്യോ സാധനങ്ങളൊക്കെ വീട്ടില്? ഭയങ്കരമായിട്ട്. നസ്രി ഇല്ലാത്തപ്പോഴാണ് കൂടുതലത്. ഇപ്പം സേഫ് ആയിട്ട് അവളെ കൊണ്ട് കൊടുത്താൽ മതി. സോ ഞാനാണെങ്കിൽ എന്റെ വീട്ടിൽ തന്നെ എന്റെ വാളറ്റ് എത്രയോ പ്രാവശ്യം കാണാതെ പോയിട്ടുണ്ട്. സോ ഐ എം വെരി കെയർലെസ് ദാറ്റ് വേ. അതിന് എന്ത് കാര്യം പറയുമ്പോഴേ ദേഷ്യം വരാം? പെട്ടെന്ന് ഒരു ഡിസിഷനൊക്കെ എടുത്ത് സോൾവ് ചെയ്ത്, ഇല്ലെങ്കിൽ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു കാര്യത്തിന് ഇങ്ങനെ കോംപ്ലിക്കേറ്റ് ചെയ്ത് അഭിപ്രായങ്ങളൊക്കെ ഇങ്ങനെ ആ സമയത്തായിരിക്കും ചെറുതായിട്ട് ചൂടാം. അതിനെ സന്തോഷിപ്പിക്കാൻ എന്താ ചെയ്യേണ്ടത്? എന്നെ സന്തോഷിപ്പിക്കാൻ ഒന്നും ചെയ്യണ്ട, എന്നെ വെറുതെ വിട്ടാൽ മതി. ഞാൻ കുറച്ചു മുന്നേ നസ്രിയുടെ കാര്യം ചോദിച്ചല്ലോ, നസ്രീനെ ഈസി ആക്കാൻ ചിരിപ്പിക്കാൻ എന്താ എളുപ്പം. അതുപോലെ തന്നെ വിഷയം നസ്രി എന്ത് ചെയ്താലും ഫാദറിന് ഭയങ്കര സന്തോഷം വരുന്നത്. നസ്രിയിൽ എന്ത് ചെയ്താലും എനിക്ക് സന്തോഷമാണ്. ഷീ നോസ് ദാറ്റ് ഷീ ഗിവ്സ് മീ മൈ സ്പേസ് ആൻഡ് ഐ മീൻ ഇറ്റ്സ് ഈസി. ഇന്ന ചെയ്യണമെന്നൊന്നുമില്ല. ഞാൻ പറഞ്ഞത് ശരിയാണ്, എന്നെ വെറുതെ വിട്ടാൽ മതി, ഞാൻ ഭയങ്കര സന്തോഷമായിരിക്കും. എന്ത് ചെയ്താലും ദേഷ്യം വരാം? നസ്രിയ എന്ത് ചെയ്താലും ദേഷ്യം വരുന്നതാണ്. നസ്രിയ ഇങ്ങനെ ചില സമയത്ത് ഈ ഫോൺ ചാർജ് ചെയ്യാതെയൊക്കെ പുറത്തു പോകും. അപ്പം ആഫ്റ്റർ സം ടൈം ദ ഫോൺ ഡൈസ് ഓഫ്. എനിക്ക് അങ്ങനെ പാനിക് ഒക്കെ ഉള്ള ആളാണ്. എനിക്ക് നസ്രിയയും ഉമ്മാനെയൊക്കെ എപ്പോൾ ഫോണിൽ വിളിച്ചാലും കിട്ടണം, അല്ലെങ്കിൽ ഐ വർക്ക് ഔട്ട്. ഐ മീൻ ലൈക്ക് ഐ സോർട്ട് ഓഫ് ഫ്രീക്ക് ഔട്ട്. ആ സമയത്തൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ദേഷ്യം വരും. അല്ലാതെ എന്നും രാവിലെ അങ്ങനെ പറയുന്ന ആളൊന്നുമല്ല, അങ്ങനത്തെ ആളൊന്നുമല്ല. ഇപ്പൊ എല്ലാരും ചോദിക്കുന്ന ഒരു ചോദ്യമല്ലേ നസ്രിയനെ സിനിമയിൽ അഭിനയിപ്പിക്കുന്ന കാര്യവും ഒക്കെ. ഈ ചോദ്യം കുറെ പ്രാവശ്യം കേട്ടിട്ടില്ലേ? അയ്യോ, ഞാനെന്തോ വിളിച്ച് കെട്ടിയിട്ടിരിക്കുകയാണ്. ആ കുട്ടിക്കും കൂടെ തോന്നുന്നുണ്ട് അഭിനയിക്കാൻ. ഇത് ഇങ്ങനെ പറഞ്ഞിരുന്നാ പോരല്ലോ. ആരാ കൂട്ടത്തിൽ കൂടുതൽ മടിയനാണോ മടിച്ചാണോ? നിങ്ങൾ ആരാ മടി കൂടുതൽ? ഞാനാണ് മടിയൻ. സീ നസ്രിയ അഭിനയിക്കുകയാണെങ്കിൽ ഞാൻ വീട്ടിൽ ഇരുന്നോളാം, എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ ഹാപ്പി ദാറ്റ് വേ. പക്ഷെ ഒരു പ്രോജക്റ്റ് ആയി വരണ്ടേ, അങ്ങനെ ഇറ്റ്സ് നോട്ട് ഈസി. വെൻ ദാറ്റ് ഹാപ്പൻസ് ഇറ്റ് വിൽ ഹാപ്പൻ. അത്രേ ഉള്ളൂ. ഇപ്പൊ തമിഴിലാണെങ്കിൽ സൂര്യ ഇതുപോലെ തന്നെയാണ്, സ്വന്തം ഭാര്യനെ അഭിനയിപ്പിക്കുമ്പോൾ സ്വന്തമായിട്ട് അത് പ്രൊഡ്യൂസ് ചെയ്യുമൊക്കെ ചെയ്തത്. അങ്ങനെയൊക്കെ പ്ലാൻ ഒക്കെ ഉണ്ടോ? എന്തായാലും പ്രൊഡ്യൂസ് ചെയ്യാൻ വലിയ ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ. പ്ലാനൊന്നുമില്ല, പക്ഷെ അങ്ങനെ ഒരു സിനിമ സംഭവിച്ചേക്കാം. പ്ലാനൊന്നുമില്ല, ആസ് ഓഫ് നൗ അങ്ങനെ പ്ലാനൊന്നും. നിങ്ങൾ രണ്ടുപേരും ട്രാവൽ ഫ്രീക്സ് ആണ്, കുറെ സ്ഥലങ്ങൾ പോയിട്ടുണ്ട്. റീസണബിളി യെസ്. ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു സ്ഥലം ഏതാ പോയത്? ഞങ്ങൾ ഒരുമിച്ച് പോയാൽ ഐ തിങ്ക് our favorite is London. We keep wanting to go back there. എന്റെ അടുത്ത് പറഞ്ഞു മൊത്തത്തിലൊരു ഉഴപ്പനാണ്, അങ്ങനെ ഇന്ന സമയത്ത് ഇന്ന സിനിമ ചെയ്യണം നിർബന്ധമൊന്നും ഇല്ലാതെ. അപ്പോൾ ഇങ്ങനെ പ്ലാൻ ഉണ്ടോ ഒരു വർഷത്തിൽ ഒരു വിദേശ യാത്രകളും നടത്തണം അങ്ങനെയൊക്കെ? അല്ല, ഞാൻ പറഞ്ഞില്ല, എനിക്ക് അങ്ങനെ ഒരു പ്ലാനും ഇല്ല. ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ തോന്നുമ്പോൾ ഞങ്ങൾ യാത്ര ചെയ്യാം. എങ്ങനെ ജീവിതം കൊണ്ടുപോകണം അങ്ങനെ അങ്ങോട്ട് പോവാല്ലേ? അത്രേ ഉള്ളൂ. എന്ത് പ്ലാൻ? നിങ്ങൾ രണ്ടുപേരുള്ള ആരാ കൂടുതൽ ക്രേസി? I think it's her. Made for each other ആണപ്പോ. Absolutely. ഇപ്പൊ എത്ര വർഷമായി ഈ സിനിമയിൽ വന്നിട്ട്? രണ്ടാമത് വന്നിട്ടോ ആദ്യം? രണ്ടാമത് വന്നാൽ മതി. രണ്ടാമത് 2009. 2009 അപ്പൊ 2017 ആയി. 8 വർഷമായി. ഈ 8 വർഷത്തിനിടയ്ക്ക് അത്യാവശ്യം സ്റ്റാർസിന്റെ കൂടെ അഭിനയിച്ചിട്ടൊക്കെ ഉണ്ടല്ലോ. അടുത്ത സുഹൃത്തുക്കൾ ആരാ ഇൻഡസ്ട്രിയിൽ? അമല്, അൻവർ ഒക്കെ അടുത്ത സുഹൃത്തുക്കളാണ്. എന്താ നിങ്ങളുടെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ? സിനിമയല്ലാതെ? സിനിമ ഞങ്ങൾ സംസാരിക്കാറില്ല. ഈവൻ വെൻ വി ഷൂട്ട് ഫിലിംസ് വി ഡോണ്ട് ടോക്ക് സിനിമ. അല്ല, എന്തൊക്കെയുണ്ട് സംസാരിക്കാൻ? ചളിയൊക്കെ പറയോ? പിന്നെ ഓക്കെ, അങ്ങനെയാണ് ഇപ്പൊ ഞാൻ ചോദിക്കാൻ പോകുന്നത്. ഹൗ വെൽ യു നോ യുവർ കോ സ്റ്റാർസ് എന്ന് പറഞ്ഞാൽ മതി. കുറച്ച് സ്റ്റാർസിന്റെ പേര് പറയാം. ഞാൻ ചില സ്റ്റേറ്റ്മെന്റ്സ് പറയാം, അതിന് യെസ് ഓർ നോ പറഞ്ഞാൽ മതി. ഓക്കെ. എന്റെ ഒരു അഭിപ്രായത്തില് റീമ കല്ലിങ്കലിന് ലോക വിവരം ആവറേജ് ആണ്, ബിലോ ആവറേജ് ആണ്, അബവ് ആവറേജ് ആണ്. റിമയ്ക്ക് അറിയാവുന്ന കാര്യങ്ങളെ പറ്റി റിമ നന്നായിട്ട് സംസാരിക്കും. ഞാൻ ലോക വിവരത്തിന്റെ കാര്യം ചോദിച്ചത്. ഓ, ലോക വിവരത്തിന്റെ കാര്യം. അങ്ങനെ റിമ അങ്ങനെ എന്നോട് ലോക വിവരത്തിന്റെ കാര്യങ്ങളൊന്നും സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ചോദിച്ച പോലെ ഉത്തരം പറഞ്ഞാൽ മതി. അപ്പൊ എനിക്ക് അറിയാൻ പാടില്ലാത്ത ഞാൻ പറയാം ഇങ്ങനെ, എന്റെ ഒരു അറിവില്, അതായത് എന്റെ ഒരു അഭിപ്രായത്തില് റീമ കല്ലിങ്കലിന്റെ ലോക വിവരം ബിലോ ആവറേജ് ആണ്, ആവറേജ് ആണ്, അബവ് ആവറേജ് ആണ്. അല്ല, എന്റെ ആൻസർ അതാണ്. കേട്ടിട്ടും കണ്ടിട്ടൊന്നുമില്ല, എന്നാലും അല്ല, എന്റെ ആൻസർ അതാണ്. ശരി, എന്റെ ഒരു അറിവില് കുഞ്ചാക്കോ ബോബൻ ഒരു ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ഭാര്യയായിട്ടാണ്. ഭാര്യയായിട്ട് സംസാരിക്കാറുള്ളൂ. ആരോട്ട് സംസാരിക്കില്ല. സെറ്റിലു പ്രിയായിട്ട് മാത്രമേ സംസാരിക്കുള്ളൂ. പാർവതി പത്രം വായിക്കണ ഞാൻ കണ്ടിട്ടില്ല. ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. പാർവതി വീട്ടിലല്ലോ ഷൂട്ട് ചെയ്യുന്നത്, ലൊക്കേഷനിലല്ലേ. ലൊക്കേഷനിൽ വരുമ്പോ ഞാൻ ന്യൂസ് പേപ്പർ വായിച്ചിരിക്കുന്നൊന്നും കണ്ടിട്ടില്ല. നിങ്ങൾ തമ്മിൽ എന്താ സംസാരിക്കുന്നത്?
സംസാരിക്കുക കൂടുതലും? ഞാൻ പാർവതിയായിട്ട് സിനിമകളെ പറ്റി മാത്രമാണ് സംസാരിച്ചിട്ടുള്ളത്. whenever we have met സിനിമകളെ പറ്റിയും പാർവതി അന്ന് ആ സമയങ്ങളിൽ കണ്ട സിനിമയും പാർവതിക്ക് ഇഷ്ടപ്പെട്ട സിനിമകളെ പറ്റിയൊക്കെയാണ് പാർവതി കൂടുതലും സംസാരിച്ചിട്ടുള്ളത്. ശരി, ആസിഫ് അലി ഇന്റലക്ച്വൽ ആയിട്ട് സംസാരിക്കണത് ഞാൻ കേട്ടിട്ടുണ്ട്. യെസ് ഓർ നോ? കേട്ടിട്ടുണ്ട്. അത് ആസിഫിനും അറിയാം, എനിക്കും അറിയാം. വേറെ കൂടുതലൊന്നും ഞാൻ പറയുന്നത്. ഞാൻ ഇന്റലക്ച്വൽ ആണ് പറഞ്ഞത്, കേട്ടത് വളരെ ഇന്റലക്ച്വൽ ആയിട്ട് ആസിഫ് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ അടുത്തല്ലോ ഞങ്ങൾ റെഡ് വൈൻ ഷൂട്ട് ചെയ്യുമ്പോൾ. ശരി, പേഴ്സണൽ സ്റ്റൈലിസ്റ്റ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ദുൽഖറിന് കിടലൻ സ്റ്റൈൽ സെൻസ് ഉള്ളത്. സെൻസ് ഓഫ് സ്റ്റൈൽ അല്ല, ദുൽഖർ കണ്ടു വളർന്നത് ആരാണ്? അതെ, ബേസിക്കലി ദുൽഖർ ഭയങ്കര സ്റ്റൈലിഷ് ആണ്. അതിനുവേണ്ടി ഹി ഷോപ്സ് അങ്ങനെ എഫേർട്ട് അത് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. സോ ഞാൻ നേരെ ഓപ്പോസിറ്റ് ആണ്. ഞാൻ ഷോപ്പിംഗിന് പോയ സമയം തന്നെ ഞാൻ മറന്നുപോയി. ഐ ഹവ് നോട്ട് ഗോൺ ഷോപ്പിംഗ് ഫോർ ലോങ്. ആരെ ഷോപ്പ് ചെയ്യാ? അങ്ങനെ ആയിരുന്നൊന്നുമില്ല. നസ്രിയ ഷോപ്പ് ചെയ്യാറുണ്ട്. ഞാൻ അങ്ങനെ എനിക്ക് എന്തിട്ട് ഞാൻ എന്തെങ്കിലും മതിയല്ലേ? അതെ അതെ അതെ, ഞാൻ അതിനു വേണ്ടിയൊന്നും ടൈം കളയുന്ന ആളല്ല. ശരി, ജയസൂര്യ പറയുന്ന കോമഡികൾക്ക് നിലവാര തകർച്ച പലപ്പോഴും സംഭവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇല്ല ഇല്ല, അറ്റ്ലീസ്റ്റ് എന്നോട് നല്ല രസകരമായ തമാശകളാണ് ഞങ്ങൾ ഷെയർ ചെയ്തിട്ടുള്ളത്. ഐ എൻജോയ് ഹിസ് ജോക്സ്. ജയനായിട്ട് ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ ഓർമ്മയിലുള്ള ഒരാളാണ്. ഇത്ര നേരം ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് കള്ളത്തരം പറഞ്ഞിട്ടുണ്ട്. യെസ് ഓർ നോ? ഇല്ല ഇല്ല, സത്യസന്ധനായിരുന്നു. എല്ലാം സത്യസന്ധമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മള് പത്രങ്ങളിലെ ന്യൂസിൽ എപ്പോഴും സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ എന്ന് കാണാറുണ്ട്. ഇപ്പൊ ഇറാഖ് വാറിന്റെ സമയത്തും ഈ ഒരു ടേക്ക് ഓഫ് എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു പശ്ചാത്തലം നോക്കുകയാണെങ്കിലും സാധാരണക്കാർക്ക് സംഭവിച്ച കാര്യങ്ങളാണ്. ഫഹദ് ഒരു സാധാരണക്കാരനാണോ? വെരി മച്ച്. പിന്നെ എന്റെ അപ്ബ്രിങ്ങിങ് തന്നെ ഐ എം എ മിഡിൽ ക്ലാസ് ബോയ്. അപ്പം തീർച്ചയായും ഞാൻ കൺസേൺഡ് ആണ്, ഡിസ്റ്റർബ്ഡ് ആണ്. സ്കൂളിലേക്കൊക്കെ എങ്ങനെയാ പോയിരുന്നത്? ബോർഡിംഗിലാണ് പഠിച്ചത്, നടന്നാണ് പോയിരുന്നത്. ക്ലാസ്സും നടക്കാനുള്ള ദൂരം ഉണ്ടായിരുന്നു. പഠിക്കാൻ ഉഴപ്പനായിരുന്നോ? വലിയ ഉഴപ്പനൊന്നും ഉണ്ടായിരുന്നു. 10ാം ക്ലാസ്സിൽ എത്ര മാർക്ക് ഉണ്ടായിരുന്നു? 68%. 12th 73. ഫസ്റ്റ് ക്രഷ് എപ്പോഴായിരുന്നു? എനിക്ക് 5ാം ക്ലാസ് ആയിരുന്നു. ലാസ്റ്റ് ഞാൻ ചോദിക്കണല്ലേ, ലാസ്റ്റ് ബാംഗ്ലൂർ ഡേയ്സിന്റെ ഷൂട്ടിന്റെ സമയത്ത്. ഞാൻ ചോദിച്ചില്ലല്ലോ. അല്ല, പറഞ്ഞേക്കാം. അതായിട്ട് എന്തിനാ ബാക്കി ആൾക്കാർ ഇന്റർപ്രറ്റ് ചെയ്താലോ? ഓഹോ, അവനപ്പോ പിന്നെ ഉണ്ടല്ലേ. ശരി, ഫഹദ് അവസാനമായിട്ട് KSRTC ബസ്സിൽ കയറിയപ്പോഴാ? തൊണ്ടി മുതലുള്ള സമയത്ത്. അയ്യടാ, അത് സിനിമയ്ക്ക് വേണ്ടിട്ടല്ലേ, അല്ല ജീവിതത്തില്? അല്ല, അതും KSRTC ബസ് തന്നെ അല്ല. യാത്ര ചെയ്തത് എനിക്ക് തോന്നുന്നത് 2010 സിനിമയിൽ വന്നിട്ടാണ്. സിനിമ വന്നിട്ട് പ്രാവശ്യം ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട്. ചാപ്പാകുരിശ് കഴിഞ്ഞ പ്രാവശ്യം. ആൾക്കാരൊന്നും തിരിച്ചറിഞ്ഞില്ലേ? അപ്പൊ ഒന്ന് ഭയങ്കര ലേറ്റ് ബസ്സായിരുന്നു, എറണാകുളത്ത് നിന്ന് ആലപ്പുഴയ്ക്കുള്ള. പിന്നെ ആള് കുറവായിരുന്നു. ഇറങ്ങാൻ നേരത്തെ ആരും കാണുകയും ചെയ്തു. അവസാനമായിട്ട് ഓട്ടോയിൽ കയറിയതോ? ഈ അടുത്തപ്പോഴും കയറിയിട്ടുണ്ട്. 1 വർഷം മുന്നേ അല്ല, ഒരു 4-5 വർഷം മുമ്പ്. ശരി, മാർക്കറ്റിൽ പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. ഏത് പ്രായത്തില്? സിനിമയിൽ എനിക്ക് മുമ്പായിട്ടുള്ള സമയം, ഒരു 2008-2009 കാലഘട്ടം. ഇഷ്ടമുള്ള മീൻ ഏതാ? മത്തി. എന്താ കിലോയ്ക്ക് വില? എനിക്കറിയില്ല. അങ്ങനെ വില നിലവാരമൊക്കെ നോക്കാറുണ്ടോ? ഇല്ല ഇല്ല. വീട്ടില് ഗ്യാസ് സബ്സിഡി ഉള്ളതാ? അതെന്തോ റൂൾ വന്നപ്പോ അത് നമുക്ക് സറണ്ടർ ചെയ്യാന്നുള്ള എന്തോ വന്നില്ലായിരുന്നു. അപ്പൊ സബ്സിഡി വേണേ വേണ്ടെന്ന് വെക്കാം. അങ്ങനെ വേണ്ടെന്ന് വെച്ചോ? അത് ഞാൻ വെച്ചല്ല, എന്റെ ഓഫീസിലെ സ്റ്റാഫ് അത് കുറച്ചുകൂടെ, പുള്ളി അത് പറഞ്ഞത് നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാന്ന് പറഞ്ഞു. പുള്ളിയാണ് അതിന്റെ എല്ലാം. രാജ്യത്തിന് വേണ്ടി ഒരു നന്മ ചെയ്യല്ലേ? അതെ, നല്ലൊരു കാര്യമാണെന്ന് പറയും. അത് പുള്ളി തന്നെയാണ്. നടൻ മോഹൻലാൽ പലപ്പോഴും പറയണതാണ് പല വേദികളിലും, എന്റെ ഏറ്റവും വലിയ ആഗ്രഹം തിരുവനന്തപുരം നഗരത്തിലൂടെ ഒരു സൈക്കിൾ സവാരി നടത്തുന്നതാണ്. അത് അദ്ദേഹത്തിന് ഇതുവരെ സംഭവിച്ചിട്ടില്ല. എന്നിട്ട് കഴിഞ്ഞ ദിവസം വെളുപ്പിന് 4 മണിക്ക് എഴുന്നേറ്റിട്ട് പുള്ളി സൈക്കിൾ സവാരി ഒക്കെ നടത്തി. ആരില്ലല്ലോ. ഇപ്പൊ നമുക്ക് സാധാരണക്കാർക്ക് കേൾക്കുമ്പോൾ അത് വളരെ നിസ്സാരമായിട്ട് തോന്നാം, പക്ഷെ അദ്ദേഹത്തിന് പറ്റാത്തൊരു കാര്യമായിരുന്നു. അങ്ങനെ ഫാദിന് എന്താ ഉള്ളത്? എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. എനിക്ക് ആഗ്രഹമുള്ളതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. എന്ന് സൈക്കിൾ ചെയ്യുന്ന ആളാണ് ഞാൻ. തൃപ്പൂണിത്തുറ സൈഡിൽ വെളുപ്പിന് വന്നാൽ കാണാൻ ഞാൻ ആ വഴി. സിനിമാ നടനായിട്ട് മാത്രം എനിക്ക് ഇതൊരു ബുദ്ധിമുട്ടാണല്ലോ, എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, അങ്ങനെ എന്തെങ്കിലും? ഇല്ല, അങ്ങനെയൊന്നുമില്ല. മോൾസിൽ ഷോപ്പ് ചെയ്യാ? എനിക്ക് ഷോപ്പിംഗ് ഇഷ്ടമല്ല. സിനിമ നടനാകുന്നതിന് മുമ്പ് ഞാൻ ഷോപ്പ് ചെയ്യാറില്ലായിരുന്നു. ജോഗിങ്ങിന് പോവാ? അതൊക്കെ ഇപ്പോഴും പബ്ലിക് സ്ഥലങ്ങളില്? അത് എപ്പോഴും ചെയ്യാറുണ്ട് ഞാൻ. ടോട്ടലി ഓക്കെ ആണ്. അപ്പൊ എനിക്കൊന്നും ചോദിക്കാനില്ല. അല്ല, ഞാൻ ഇതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഇവിടുത്തെ മോൾസിലൊക്കെ പോവാ? എറണാകുളത്തെ മോൾസിലൊക്കെ പോവാ? പോയിട്ടില്ല. ഇതുവരെ പോയിട്ടില്ല. ഇല്ല, ഞാൻ എന്തോ ഒരു ഫംഗ്ഷൻ വേണ്ടി ലുലു മോളിൽ പോയിരുന്നു. അങ്ങനെ ഞാൻ പോയിട്ടുണ്ട്. ലുലു മോളിൽ ഒരു ഫംഗ്ഷൻ പോയിരുന്നു. അല്ലാതെ ഇവിടുത്തെ തിയേറ്റേഴ്സിൽ പോയിട്ടുണ്ടോ? എറണാകുളത്തെ തിയേറ്റേഴ്സിൽ അപ്പോഴൊക്കെ ആൾക്കാർ കാണില്ലേ? ഞാൻ ലേറ്റ് നൈറ്റ് ഷോസിനാണ് പോകുന്നത്. പിന്നെ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഞാൻ ഈ ലാലേട്ടന്റെ കാര്യം പറഞ്ഞല്ലോ, ഇതുപോലുള്ള ആഗ്രഹങ്ങൾ പറയുന്ന സ്റ്റാർസിനെ കണ്ടിട്ടുണ്ടോ സെറ്റിൽ നിന്നിട്ടോ? ഒന്നാലും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ. ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ അറിവിൽ മമ്മൂക്ക ഒരു പോയിന്റിൽ രാവിലെയൊക്കെ സൈക്ലിംഗ് ഉണ്ടായിരുന്നു. ജയറാമേട്ടൻ കൂടെ പോകുമായിരുന്നു. ഇപ്പൊ ലാലേട്ടൻ ചെയ്ത പോലെ അങ്ങനെ ആഗ്രഹമുള്ള ആൾക്കാരൊക്കെ അത് ചെയ്യുന്നുണ്ട്. പാഞ്ച് ക പഞ്ച്, അതാണ് ഫഹദിന് ഇപ്പൊ ഞാൻ തരാൻ പോകുന്ന റൗണ്ടിന്റെ പേര് കേട്ടോ. ഒരു 5 വാക്ക് പറയും. ഈ ഓരോ വാക്കും പറയുമ്പോ എന്താണോ മനസ്സിൽ തോന്നുന്നത് അത് പറഞ്ഞാൽ മതി. ചിലപ്പോൾ ഒരാളുടെ മുഖമായിരിക്കാം മനസ്സിൽ വരുന്ന, ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. ഇമോഷണൽ അത്യാചാർ. ഇമോഷൻ ആക്കി കൊല്ലോ ചില സമയത്ത്. ഇല്ല, ഷീ ഹാസ് ഹർ വേസ് ഓഫ് ഡൂയിങ് തിങ്സ്. ചെറിയ ഇമോഷണൽ ബ്ലാക്ക് മെയിലൊക്കെ. ഞങ്ങൾ താമസിക്കുന്നത്, ഞാനും നസ്രിയയും താമസിക്കുന്നത് എറണാകുളത്താണ്. എന്റെ പേരൻസ് ആലപ്പുഴയിലാണ്. അപ്പൊ ഞങ്ങളിങ്ങനെ ചിലപ്പോൾ വീക്കെൻഡ്സ് ചെല്ലാന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഉറങ്ങി എണീക്കുമ്പോൾ തന്നെ ഉച്ചയൊക്കെ ആവും.
അപ്പൊ ഇങ്ങനെ വരാതിരിക്കുമ്പോൾ ഉമ്മയുടെ ചെറിയ നമ്പേഴ്സ് ഒക്കെ ഉണ്ട്, ഇങ്ങനെ കാല് വയ്യ, കൈ വേനെടുക്കുന്നു. So yeah, mom. Number 2, highly professional. സത്യനന്ദിക്കാട്. പ്രൊഫഷണൽസിലൊരു എന്താ പറയുന്ന ഒരു രസം വേണമല്ലോ. അവിടെയും നമുക്ക് അടുപ്പം തോന്നണം. അത് സത്യേട്ടനാണ്. അബ്സല്യൂട്ട്ലി പ്രൊഫഷണലും ആണ്. പക്ഷെ നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഒരു ചടങ്ങ് പോലാണ് പുള്ളിയുടെ ഷൂട്ട്. വീട്ടിൽ നടക്കുന്ന ഒരു ഗെറ്റ് ടുഗദർ പോലാണ്. ഒരു ഹോംലി ഫീൽ ആണ്. അതെ അതെ അതെ. ശരി, കയ്യടി എന്ന് പറയുമ്പോ പെട്ടെന്ന് വരുന്നത് ന്യൂഡൽഹി വരുന്നുണ്ട്, 6-ാം തമ്പുരാൻ വരുന്നുണ്ട്. അത് കൈയടിച്ച സിനിമകളൊക്കെ 6-ാം തമ്പുരാൻ തിയേറ്ററിൽ കണ്ട ഓർമ്മയുണ്ട്. ന്യൂഡൽഹി തിയേറ്ററിൽ കണ്ട ഓർമ്മയില്ല. പക്ഷെ വീട്ടിൽ ഇരുന്ന് എപ്പോൾ കണ്ടാലും കൈയടിക്കും. ആണോ? അതിന്റെ സിനിമകൾക്ക് അങ്ങനെ കയ്യടി കിട്ടിയിട്ടുള്ളത് ഏതിനാ? ഞാൻ അങ്ങനെ തിയേറ്ററിൽ എന്റെ വളരെ ചുരുക്കം പടങ്ങളെ കണ്ടിട്ടുള്ളൂ. എനിക്കറിയില്ല. കയ്യടി കിട്ടിയെന്ന് കേട്ടത് ഏതിനായിരുന്നു? നൈസായിട്ട് അങ്ങ് ഒഴിവാക്കി കളഞ്ഞല്ലേ. ആരോ പറഞ്ഞത് അവിടെ ഭയങ്കര പ്രിസിയേഷൻ ഉണ്ടെന്ന്. ശരി, മഹേഷിന്റെ പ്രതികാരം. മുങ്ങൽ വിദഗ്ധൻ എന്ന് പറയുമ്പോ മഹേഷ് നാരായൺ, നമ്മുടെ ഡയറക്ടർ. മഹേഷ് ഒരു കഥ പറയാൻ വരും എന്ന് പറഞ്ഞ് ഒരു 10 പ്രാവശ്യം ഞാൻ അത് കുറച്ചുകൂടെ വർക്ക് ചെയ്തിട്ട് വരാം, അങ്ങനെ 10 പ്രാവശ്യം ഇങ്ങനെ മാറ്റിക്കൊണ്ടുപോകും. മഹേഷ് കഥ പറയാൻ വരും എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്, ഭയങ്കര രസമാണ് മഹേഷ് കഥ പറയുന്നത് കേൾക്കാൻ വേണ്ടി. അപ്പോൾ ഭയങ്കര മുങ്ങൽ വിദഗ്ധനാണ്. ഒരു കഥ പറയാൻ വരാമെന്ന് പറഞ്ഞാൽ നമ്മളായിട്ട് ഇങ്ങനെ വലിപ്പിച്ച് ടേക്ക് ഓഫ് പറയാൻ ആദ്യം തന്നെ വന്നു. പക്ഷെ അങ്ങനെ മഹേഷ് റെഡി ആവണം ഒരു സിനിമ ചെയ്യാൻ. ഹി ഹാസ് ടു ബി റെഡി ഫോർ എനിത്തിങ്. അപ്പൊ അതിലേക്ക് എത്താൻ ഭയങ്കര താമസം വരുന്ന ഒരാളാണ്. അയാൾ 100% ഷുവർ ആയാലും അതിനുവേണ്ടി ഇറങ്ങുള്ളൂ. അതുവരെ പുള്ളി നമ്മളെ ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കും. ഹ്യൂമർ എന്ന് പറയുമ്പോ ഈ ചിരിച്ച് കൈവിട്ട് പോകുന്ന സിറ്റുവേഷൻ ഉണ്ടാവില്ലേ? ദിലീഷ് പോത്തൻ അയ്യോ, ദിലീഷ് പോത്തൻ മരുന്നാണ്. ദിലീഷ് പോത്തൻ നമുക്ക് എന്തെങ്കിലും രീതിയിൽ ലോ ആയിട്ടൊക്കെ ഫീൽ ചെയ്യാണ് അവിടെ പോയിരുന്നാൽ മതി. പുള്ളി നമ്മളെ റിജുവിനേറ്റ് ചെയ്ത് ഫ്രഷ് ആക്കി ഇറക്കി വിടും. കൺട്രോൾ വിട്ട് പോയിട്ടുണ്ടോ? ചിരിച്ചിട്ട് അങ്ങനെ കൺട്രോൾ ഒക്കെ വിട്ടുപോ? തീർച്ചയായും. ദിലീഷായിട്ട് കസേര തന്നെ പ്ലെയിനിൽ നിന്ന് വരാണ് താഴെ വീഴും നമ്മള്. സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവ് അല്ല. ട്വിറ്ററിൽ ഒരു അക്കൗണ്ട് ഉണ്ടല്ലോ, എന്നിട്ട് എന്ത് പറ്റി? ഒരു അക്കൗണ്ട് ഉണ്ട്, ഇപ്പൊ നോക്കില്ല. ഇല്ല, എനിക്ക് അതിനേക്കാളും രസകരമായി ഞാൻ വന്ന് സംസാരിക്കുന്നതാണെന്ന് എനിക്ക് തോന്നി. ഫേസ്ബുക്ക് ആരെ നോക്കണേപ്പോ? അതൊരു ഏജന്റ് ഉണ്ട്, പുള്ളിയാണ് നോക്കുന്നത്. ഒന്നും നോക്കൂല, അതിൽ വരുന്ന കമന്റ്സ് ഒന്നും നോക്കില്ല ഫാദർ? ഇല്ല, ഞാൻ അബ്സല്യൂട്ട്ലി കട്ട് ഓഫ്. സാധാരണ ഇപ്പൊ നടന്മാരൊക്കെ ഒരു സേഫ് സൈഡ് എന്നുള്ള നിലയ്ക്ക് ഇത് കൂടാണ്ട് ഒരു ബിസിനസ് പ്ലാനോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്യും. അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഒന്നുമില്ല, എനിക്ക് വേറൊന്നും ചെയ്യാനും അറിയത്തില്ല. ആണോ? എന്താ അറിയണേ? എനിക്ക് അങ്ങനെ ബേസിക്കലി ഒന്നും അറിയത്തില്ല. ഒന്നും അറിയാൻ വയ്യാത്തോണ്ടാണ് ഞാൻ എക്സിസ്റ്റ് ചെയ്യുന്നത്. എന്തെങ്കിലും അറിയാമായിരുന്നെങ്കിൽ ചിലപ്പം എന്റെ നോർമൽസി അത് ബാധിച്ചേനെ. എന്തിനോടാ താല്പര്യം? അങ്ങനെ ഒന്നിനോടും താല്പര്യമില്ല, എല്ലാത്തിനോടും താല്പര്യമാണ്. ജീവിതത്തിൽ വല്ല ബക്കറ്റ് ലിസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? മനുഷ്യന്മാർക്ക് അതൊക്കെ ഉണ്ടാവുമല്ലോ, ചില ആഗ്രഹങ്ങളും അങ്ങനെയൊക്കെ. അല്ല, സത്യസന്ധമായിട്ട് എനിക്ക് അങ്ങനെ പെട്ടെന്ന് ഒന്നും ഓർത്തെടുക്കാനൊന്നും വരുന്നില്ല. എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് തന്നെ എനിക്ക് ഭയങ്കര ഗിഫ്റ്റ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. എനിക്ക് അങ്ങനെ ആഗ്രഹങ്ങളുള്ളതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ആഗ്രഹമായിരുന്നോ തമിഴ് സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളത്? എന്തായിരുന്നു പിന്നെ തമിഴ് സിനിമയിലേക്ക് ഇത്ര ലേറ്റ് ആയിട്ടുള്ള ഒരു ലേറ്റ് എൻട്രിയുടെ കാര്യം? മഹേഷിന്റെ പ്രതികാരമൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യമായിട്ടൊരു കാര്യം ചെയ്യണമെന്ന് എനിക്ക് തോന്നി. സോർട്ട് ഓഫ് തോട്ട് ദാറ്റ് ലൈക്ക് വൺ സൈക്കിൾ ഇസ് ഓവർ. എനിക്ക് ഒന്നും കൂടെ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്ന് തോന്നി. ആ പോയിന്റിൽ എനിക്ക് തമിഴാണ് ചെയ്യാൻ തോന്നിയത്. എന്താ ഇത്ര നാളും ചെയ്യാറുന്നത്? ഓഫർ വരാഞ്ഞിട്ടൊന്നല്ല. അല്ല, ഓഫറൊക്കെ വന്നിട്ടുണ്ട്. ഐ ഡിഡ്ന്റ് ഫീൽ ലൈക്ക് ഡൂയിങ്. ഇപ്പോഴാണ് എനിക്ക് ചെയ്യാൻ തോന്നിയത്. എനിക്ക് തെലുങ്കുന്നൊക്കെ എനിക്ക് ഓഫർ വന്നതാണ്. എന്നിട്ട് ഇനി ചെയ്യാം, നോക്കാം. ശരി, എന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ദ ബെസ്റ്റ് പാർട്ട് ആൻഡ് ദ വേഴ്സ്റ്റ് പാർട്ട് ഓഫ് ബീയിങ് ഫഹദ് ഫാസിൽ? ദ ബെസ്റ്റ് is that ഞാൻ ഭയങ്കര ഭാഗ്യം ഉള്ള ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഐ മീൻ ദ കൈൻഡ് ഓഫ് ലൈഫ്, ദ കൈൻഡ് ഓഫ് ഫ്രണ്ട്സ്, ദ കൈൻഡ് ഓഫ് ഫാമിലി, അങ്ങനെ ഞാൻ ഭയങ്കര ഗിഫ്റ്റഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. The worst part of being Fahad Fazil would be being Fahad Fazil itself, I think. I am myself. അപ്പോൾ അത് തന്നെയാണ് എന്റെ ഉത്തരം. ഇനി ഞാൻ വളരെ പേഴ്സണൽ ആയിട്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. ചോദിച്ചോ, അതുകൂടെ ചോദിച്ചോ. ബ്യൂട്ടി പാർലറിലൊക്കെ പോവോ? അയ്യോ, ഞാൻ എന്റെ വൈഫിനെ പിക്ക് ചെയ്യാൻ പോകും, അല്ലാതെ ഞാൻ ഇതുവരെയായിട്ടും കയറിയിട്ടില്ല. എനിക്ക് ഐ മീൻ കുറച്ച് നാൾ മുമ്പൊക്കെ ഞാൻ മുടിയോട്ടാനൊക്കെ പോവായിരുന്നു, അല്ലാതെ ഇല്ല, ഇപ്പൊ അടുത്ത കാലത്തൊന്നും ഞാൻ കയറിയിട്ടില്ല. ഞാൻ പറയണില്ല. അല്ല, ചോദിച്ചോളൂ. ഇതിനു മുന്നേ റേഡിയോ മാംഗോയില് ഫഹദ് വന്നപ്പോ ഫഹദ് പോയി കഴിഞ്ഞിട്ട് അന്ന് ഇവിടെ അന്നുണ്ടായിരുന്ന പലരും പറഞ്ഞു ഞാൻ കേട്ടിട്ടുള്ളതാണ്, ഫഹദിന്റെ കാല് കണ്ടോ, എന്താ പെഡിക്യൂറൊക്കെ ചെയ്തിട്ടാ വന്നിരിക്കണേ, അത്ര എനിക്ക് അതെല്ലാരും എന്നോട് ചോദിക്കുന്നത്. ലാൽ ജോസ്, ലാൽ ചേട്ടൻ പ്രാവശ്യം എന്നോട് പറഞ്ഞ പെണ്ണുങ്ങളുടെ കാലം അപ്പൊ കേട്ടിട്ടുണ്ട്. അല്ല, കാലിനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പൊ മഹേഷിന്റെ പ്രതികാരമൊക്കെ കഴിഞ്ഞ് അതൊക്കെ ചെരുപ്പൊക്കെ ഇടാതെ നടന്ന് കാലിന്റെ ഭംഗിയൊക്കെ പോയി, ക്യൂട്ട്നെസ് ഒക്കെ പോയല്ലേ, റഫായി. അതെ, ഭയങ്കര റഫായി. അപ്പൊ താങ്ക് യു സോ മച്ച്. താങ്ക് യു ശാലിനി, ഹാഡ് എ ഗ്രേറ്റ് ടൈം. അപ്പം ഞാൻ അങ്ങോട്ട് പറയട്ടെ, ഇനിയിപ്പോ തമിഴില് 2 സിനിമ വരുന്നുണ്ട് അല്ലേ? തമിഴില് 2 സിനിമ വരുന്നുണ്ട്, മലയാളത്തിൽ ഇഷ്ടംപോലെ സിനിമ വരുന്നുണ്ട്. 3 സിനിമകൾ. ഈ വർഷം എത്ര റിലീസ് ആവും? ഈ വർഷം ഇപ്പൊ ടേക്ക് ഓഫ്, റോൾ മോഡൽസ് 20 മുതൽ, പിന്നെ ബൈ ദി എൻഡ് ഓഫ് ദി ഇയർ ഐ എം ട്രൈയിങ് ടു റിലീസ് അൻവർ റഷീദ് ഫിലിം. അപ്പൊ താങ്ക് യു സോ മച്ച്. താങ്ക് യു ശാലിനി, താങ്ക് യു ഫോർ ഹാവിംഗ്. ഇനി വരുമോ സ്പോട്ട്ലൈറ്റില്? അത് ഇതോടുകൂടി നിർത്തോ? ഇനിയും വരും ഞാൻ. ഉറപ്പാണോ? പിന്നെ ശരി, ആ ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. സോ അടുത്ത ആഴ്ച അടുത്ത ഗസ്റ്റ് ആയിട്ട് വീണ്ടും